സങ്കീർത്തനം 28:5 നമ്മളിപ്പോൾ വായിച്ചത് യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും അവർ വിവേചിക്കായികൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളയും. भजन संहिता 28 के 5 में अभी हमने पढ़ा कि वे यहोवा के कामों पर और उसके हाथों के कामों पर ध्यान नहीं करते, इसलिए वह उन्हें पछाड़ेगा और फिर न उठाएगा। ഇത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമായ ഇസ്രായേൽ, അവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. यहाँ पे जो चुने हुए इज़राइल के लोग हैं, उनके बारे में कहा गया है। അവർ യഹോവയുടെ പ്രവൃത്തികളെയും അവന്റെ കൈവേലയെയും വിവേചിക്കാഞ്ഞതുകൊണ്ട് അവൻ അവരെ പണിയാതെ ഇടിച്ചു കളഞ്ഞു. वे यहोवा के कामों पर और उसके हाथों के कामों पर ध्यान नहीं करते, इसलिए वह उन्हें पछाड़ेगा और फिर न उठाएगा। അപ്പോ ദൈവത്തിന്റെ ജനത്തിന് ഒരു പണിയുണ്ട്. तो परमेश्वर के लोगों का एक काम है। ദൈവം ആഗ്രഹിക്കുന്ന ഒരു പണിയുണ്ട്. परमेश्वर इच्छा रखने वाला एक काम है। ദൈവത്തിന്റെ പരിശുദ്ധാത്മ അവർ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പണിയുണ്ട്. परमेश्वर का पवित्र आत्मा उनके जीवन के द्वारा करने के लिए इच्छा रखने वाला एक काम है। ആ പണി തിരിച്ചറിയണമെങ്കിൽ यदि उस काम को पहचानना है ഒരു വിവേചനമുള്ള ഹൃദയം എനിക്ക് ആവശ്യം. तो फिर एक परखने वाला हृदय की मुझे जरूरत है। അങ്ങനെ വിവേചിക്കാതെ മുന്നോട്ട് പോയാൽ यदि मैं बिना परखे ही आगे जाऊं, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചിലപ്പോൾ നമ്മളെ ഒരു മൂലയ്ക്ക് അങ്ങ് ഇട്ടേക്കും. हो सकता है कि हमारे जीवन में परमेश्वर हमें एक कोने में ही ऐसे फेंक दे। മുന്നോട്ടുള്ള പോക്കിൽ ദൈവത്തിന്റെ ആലോചന എന്താണ്, आगे के सफर में परमेश्वर की योजना क्या है, എന്ത് പണിയാണ് എന്നിൽ ചെയ്യേണ്ടത്, मेरे अंदर क्या काम होना चाहिए, ദൈവത്തിന്റെ ജ്ഞാനം എന്താണ്, परमेश्वर का ज्ञान क्या है, അതൊന്നും എനിക്ക് മനസ്സിലാകത്തില്ല. वो सब कुछ मुझे समझ नहीं आएगा। അപ്പോൾ അവിടെ എന്ത് ചെയ്യും? ദൈവിക ഉദ്ദേശങ്ങളോടുള്ള ബന്ധത്തിൽ എന്നെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ നിവർത്തിക്കപ്പെടാതെ പോകും. तो वहाँ पे क्या होगा कि परमेश्वर के उद्देश्य के अनुसार मेरे जीवन में जो काम होना चाहिए था वो वहाँ पे पूरा नहीं हो पाएगा। ഇപ്പൊ ഈ വീട് പണിതപ്പം ഇവിടെ കുറെ കല്ലിറക്കിയിരുന്നു, ഇഷ്ടിക. तो ये जो घर जो है उसे बनाया गया था, तब यहाँ पे बहुत सारी ईंटों को लाकर रखा गया था। സഹോദരൻ മിക്കവാറും അവിടെ പോയി നല്ല ഉറപ്പുള്ള ഇഷ്ടിക, ഭംഗിയുള്ള ഇഷ്ടിക, ഫിനിഷിംഗ് ഉള്ള ഇഷ്ടിക ഒക്കെ നോക്കിയായിരിക്കും വാങ്ങിയത്. भाई ने जरूर वहाँ पे जाकर बहुत ही मजबूत जो ईंट है, सुंदर दिखने वाला, आकार में जो अच्छा है, वैसे ही ईंटों को देखकर खरीदा होगा। അതെല്ലാം കൂട്ടി ഈ കോമ്പൗണ്ടിൽ കൊണ്ടുവന്ന് ഇട്ടിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഹാൾ ഉണ്ടാവത്തില്ല. यदि उन सारे ईंटों को लाकर इस कंपाउंड में ऐसे ही डाला हुआ रहता तो ऐसा एक हॉल यहाँ पे नहीं होता। അതെല്ലാം പിറക്കി അടുക്കി അതിൻ്റെതായ ക്രമത്തിൽ വെക്കേണ്ടതിൻ്റെ മുകളിൽ വെക്കേണ്ടത് വെച്ച് അതിൻ്റെതായ രീതിയിൽ പണിതപ്പോഴാണ് ഒരു കെട്ടിടം ഉണ്ടായി. वो सारे पत्थरों को जैसा रखना चाहिए एक के ऊपर एक जब वैसा रखा गया, उसके बाद ही ऐसा एक इमारत यहाँ पे खड़ा हुआ ഈ കെട്ടിടത്തിൽ നമുക്ക് ഒരുമിച്ച് വന്നു ചേരാൻ ഇടയായി തീർന്നു. और उसके बाद ही हम इस इमारत में एक साथ इकट्ठा होकर आ पाए हैं। എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെ എല്ലാവരെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് പണിത് വരുന്നു എന്ന് പറയുന്നുണ്ട്. एफिसियों की पत्री में लिखा हुआ है कि तुम सभियों को परमेश्वर का बसने का स्थान बनने के लिए निर्माण किया जा रहा है। അപ്പോൾ ദൈവത്തിന് ഇവിടെ ഇപ്പൊ ഈ ബിൽഡിംഗ് പണിതപ്പം ഇതൊരു ഹാള് പോലെയാണ് പണിതത്, ഇതൊരു വീട് പോലെയല്ല പണിതത്, ഇതൊരു ഗോഡൌൺ പോലെയല്ല പണിതത്. देखिए, जब इस हॉल को बनाया गया था तो इसे एक घर की तरह नहीं बनाया गया, कोई गोडाउन की तरह नहीं बनाया गया, इसे एक हॉल के समान ही बनाया गया है। അപ്പം ദൈവം ഈ പണിത ആളുടെ ഉള്ളിൽ പണിതുകൊണ്ടിരുന്ന ആളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ പണിയാൻ അതായത് ബ്രദറിന്റെ ഉള്ളിൽ यानी कि ये जो भाई यहाँ पे जो इस काम को जिन्होंने शुरुआत की है, उनके हृदय में, ഒരാശയം ഉണ്ടായിരുന്നു. उनके मन में एक चित्र था, एक उद्देश्य था। ഈ ഇഷ്ടിക ഇവിടെ ഇറക്കിയപ്പോൾ ഈ കഥകൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ എല്ലാം ഒരാശയം ഉണ്ടായിരുന്നു. जब इन ईंटों को यहाँ पे लाया गया था, जब ये जो दरवाजे हैं यहाँ पे जब लाया गया था, तो उनके मन में एक चित्र था। പണിത മെയ്സന് ചിലപ്പോൾ അത് അറിയണമെന്നില്ല. हो सकता है कि जो घर बना रहा है, बनाने वाला जो मिस्त्री है, उसे समझ नहीं आया हो। അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ഇത്രയും വീതിയിൽ ഈ ഭാഗം ഉണ്ടാവണം,
ഈ നീളത്തിൽ ഈ ഭാഗം ഉണ്ടാവണം, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ ജനൽ വേണം, വാതിൽ വേണം, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. हो सकता है कि उनसे कहा गया होगा कि ये इस तरफ जो है इतनी लंबाई होनी चाहिए, उस तरफ इतनी चौड़ाई होनी चाहिए, दरवाज़ा यहाँ पे होना चाहिए, खिड़की यहाँ पे होना चाहिए, ये सारी बातें जो है मिस्त्री को बताई गई होगी। വാതിലിന് എത്ര വലിപ്പം കാണണം എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇത് കാര്യമൊന്നും പിടുത്തം കിട്ടിയില്ല. और जो दरवाज़ा है उसकी चौड़ाई कितनी होनी चाहिए ये भी बता दी होगी, परंतु उनको कुछ समझ नहीं आया होगा। പുറമേ പോകുന്ന വഴിപോക്കനും മനസ്സിലാകത്തില്ല. बाहर से सड़क पे चलने वाला जो व्यक्ति है उसे भी समझ नहीं आया। അവനും ചിലപ്പം അയൽവക്കക്കാരനും മനസ്സിലാവണമെന്നില്ല. हो सकता है कि जो पड़ोसी है उसे भी समझ में नहीं आया हो। അദ്ദേഹം വന്ന് ചിലപ്പം പണിയൊക്കെ നോക്കിയിട്ടാണ് അവിടെ ഭയങ്കര പണി നടക്കുന്നുണ്ടെന്ന് പറയും. हो सकता है कि वो पड़ोसी आकर यहाँ पे जो काम चल रहा है उसे देखकर ये कह रहा हो कि यहाँ पे तो बहुत बड़ा काम चल रहा है। പക്ഷെ പണി എന്താന്നുള്ളത് ഹൃദയത്തിൽ ദർശനം കിട്ടിയ ഒരു വ്യക്തി ആദ്യം ഉണ്ടായിരുന്നു, അവൻ അതിന് പ്രകാരം അതിനെ പണിതുയർത്തു. परंतु जो काम है वो सबसे पहले जिसके मन में दर्शन पाया हुआ जो व्यक्ति है उसने उस काम को उस तरीके से ही उसके अनुसार ही बनाया और उसे पूरा किया। ദൈവത്തിന്റെ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് പണിയാൻ ആഗ്രഹിക്കുന്ന, നമ്മളെ ഉപയോഗിച്ച് പണിയാൻ ആഗ്രഹിക്കുന്ന ഒരു पणियुണ്ട്. वैसे ही परमेश्वर का पवित्र आत्मा हमारे हृदयों में भी परमेश्वर जो हमारे लिए उद्देश्य रखने वाला, हमारे द्वारा करके, हमारे द्वारा हमारा इस्तेमाल करके करने के लिए इच्छा रखने वाला एक काम है। നമ്മളൊക്കെ കല്ലുകളാണ്. हम सभी पत्थरे हैं, പക്ഷെ ഈ കല്ലുകളൊക്കെ പ്രത്യേക രീതിയിൽ വെച്ചാലേ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അത് വെളിപ്പെട്ട് വരത്തുള്ളൂ. पर इन सारे पत्थरों को जैसे परमेश्वर की इच्छा है वैसे उस प्रकार से रखा तो ही परमेश्वर के उद्देश्य के अनुसार ये प्रकट ഈ होगा। കല്ലുകൾ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് ഒരു വീടിന്റെ രൂപമായിരിക്കാം, यदि ये पत्थरें अलग तरीके से होती तो हो सकता है कि ये जो इमारत है वो एक घर के समान होता, അല്ലെങ്കിൽ ചിലപ്പം ഒരു വേറെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഗോഡൗൺ, ഒരു പിന്നെ ജനലും വാതിലും ഒന്നും ഇല്ലെങ്കിൽ ഒരു ഗോഡൗൺ ആയിട്ട് മാറുമായിരുന്നു. या तो फिर जैसे मैंने पहले कहा था यदि यहाँ पे कोई दरवाजा या खिड़कियां नहीं होती तो एक गोडाउन की जैसा हो जाता ये। അപ്പൊ അതൊന്നും അല്ലാതെ ആ ഹൃദയത്തിലെ താല്പര്യത്തിനനുസരിച്ച് കല്ലുകൾ വെച്ചു. वैसा नहीं था, परंतु उस हृदय के इच्छा के अनुसार ही उन पत्थरों को रखा गया। നമ്മളൊക്കെ ജീവനുള്ള കല്ലാണ്. हम सभी जीवते पत्थर हैं, നമുക്ക് നമ്മുടേതായിരിക്കുന്ന ഒരു ഇഷ്ടമുണ്ട്, हमारी स्वयं की एक पसंद है, ഒരു തെരഞ്ഞെടുപ്പുണ്ട്, एक चुनाव है, നമ്മുടേതായിരിക്കുന്ന ടേസ്റ്റുകളുണ്ട്, हमारी रुचि है, നമ്മുടേതായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്, हमारी स्वयं की एक समझ है, നമ്മുടേതായിരിക്കുന്ന ഐഡിയാസ് ഉണ്ട്. हमारी स्वयं की योजनाएं हैं। ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ തന്നെയും ഏകത്വം പ്രാപിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. परमेश्वर के पुत्र के ज्ञान में भी एकता पाने की भी जरूरत है। ഇതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ ये सब कुछ यदि हमने खो दिया, ഒരു കല്ല് ഇങ്ങോട്ട് വെക്കുമ്പം വേറെ കല്ല് അങ്ങോട്ടായിരിക്കും. यदि एक पत्थर को इस तरफ रखा तो दूसरा जो पत्थर है वो उस तरफ होगा। മൂലയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ തിരിച്ചൊക്കെ വെക്കണം. അതിന് അത്രയും ഡിഗ്രി തിരിയാൻ എനിക്ക് മനസ്സില്ല എന്ന് പറയും. जब कोना आता है तो उस पत्थर को घुमा के रखना पड़ता है, परंतु उतने उतने डिग्री तक मुझे घूमना नहीं है, ऐसे बोलकर मैं कहूँगा। ഒരു കല്ലിന്റെ മുകളിൽ ഒരു കല്ല് വെക്കും. ഇപ്പൊ ഈ ഭൂമിക്ക് അടിയിലുള്ള കല്ല് ആരും കാണുന്നില്ല. एक पत्थर के ऊपर दूसरे पत्थर को रखा जाता है। देखिए ये जो जमीन के नीचे जो पत्थर है उसे कोई नहीं देख पा रहा अभी। ചില കല്ലുകളെ യജമാനൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന അതിന്റെ അടിയിലായിരിക്കാനാ. അതാ और कुछ पत्थरों को जो स्वामी है वो एकदम जमीन के नीचे ही रखने की इच्छा रखता ആരും है। കാണപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. वो कोई देखे ऐसी इच्छा वो नहीं रखता। അതിപ്പോ എന്താ അങ്ങനെ, എന്നെ ആരും കാണത്തില്ലല്ലോ. तो फिर क्या है, मुझे तो कोई देखने नहीं वाला है ना। അതുകൊണ്ട് ആ കല്ല് പറയാ ഞാൻ മണ്ണിനടി പോകത്തില്ലെന്ന് പറഞ്ഞാൽ यदि उस पत्थर ने कहा इसलिए कि मैं उस जमीन के नीचे नहीं जाऊंगा, ദൈവം ആ കല്ലിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന പണിയിൽ അവിടെ കാണപ്പെടത്തില്ല. അതിനെ മാറ്റി ഒരു സ്ഥലത്തേക്ക് വെക്കുകയോ മൂലയ്ക്ക് വെക്കുകയോ ഒക്കെ ചെയ്യണം. പണ്ട് तो परमेश्वर ने जैसी इच्छा रखा था वैसा वो काम जो है उस पत्थर के जीवन में नहीं दिख पाएगा। उसे हो सकता है कि बाहर कहीं कोने में या बाहर किधर और रखा जाए। കാലത്ത് ഞാൻ മേ ബി 22-21 വയസ്സിൽ पहले पुराने समय में मेरे 21वें 22वें वर्ष में ഞങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്യാമ്പ് ഉണ്ടായിരുന്നു. हमारा एक लीडरशिप कैंप था। ആ ക്യാമ്പിൽ ഒരു ഇതിനു വേണ്ടി വിളിച്ചു കൊണ്ടുപോയി ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിരുന്ന അവിടെ ഞാൻ അവിടെ പോയിരുന്നു. അവിടെ അന്ന് ഒരു സഹോദരൻ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, वहाँ पे हम सभियों को बुलाया गया था तो हम सभी वहाँ पे गए थे और वहाँ पे उस कैंप में एक भाई ने आकर कहा था ऐसा, ഗൾഫിൽ നിന്ന് വരുമ്പോൾ ആൾക്കാരൊക്കെ നല്ല
ഇത് എയർപ്ലെയിൻ ഇതൊക്കെ കൊണ്ടുവരും. गल्फ से जो लोग आते हैं वो लोग क्या करते हैं कि अच्छा सुंदर दिखने वाला जो एरोप्लेन है वो सब लेके आते हैं। അത് കൊണ്ടുവരുന്ന സമയത്ത് വളരെ നന്നായി ഓടുകയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒന്നായിരുന്നു. അതിനുശേഷം जब उसे लाया गया था तो वो अच्छे से चलने वाला, काम में आने वाला एक चीज था। उसके बाद കുട്ടികളത് ഉപയോഗിച്ചിട്ട് കേടായി കഴിയുമ്പം ഇത് കളയാൻ തോന്നുകയില്ല. കാരണം അതിന്റെ ഭംഗി എല്ലാം വെച്ചിട്ട് അത് ഷോക്കേസിൽ എടുത്ത് വെക്കും. तो उसके बाद जब बच्चे उस एरोप्लेन से खेलते हैं और थोड़े दिन के बाद जब वो खराब हो जाता है और चल कुछ काम का नहीं होता तो उसे फेंकने का मन नहीं करता, क्योंकि वो दिखने में इतना सुंदर दिखता है। तो क्या करते हैं लोग कि उसे शोकेस में उठाकर रख देते हैं, എന്നാൽ അത് പ്രവർത്തിക്കുന്നതല്ല. पर वो काम नहीं कर रहा अभी। പക്ഷേ ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നു पर एक समय पे वो चल रहा था। എന്ന് പറഞ്ഞ ഷോക്കേസിൽ നമ്മൾ എടുത്ത് കളയത്തില്ല, എടുത്ത് വെച്ചിരിക്കും. वैसे बोलकर हम उसे फेंकते नहीं हैं, हम उसे शोकेस में लेकर रख देते हैं, കാരണം അത്രയ്ക്ക് മനോഹരമുള്ള ഒരു സാധനമായിരുന്നു അത്. क्योंकि उतना ही सुंदर दिखने वाला एक चीज था इसलिए। ഇതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അതേപടി ആവർത്തിക്കുന്നേ ഉള്ളൂ. ऐसे ही मेरे प्रिय भाइयों, जवानों, वो जो भाई ने उस दिन जो कहा था वही मैं यहाँ पे दोहरा रहा हूँ। നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റോങ് ആയിരിക്കുന്ന ചോയ്സ് നടത്തിയാൽ അത് വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു. आपके जीवन में यदि आपने एक गलत चुनाव को चुना, वो जो बात उन्होंने कही थी वो शादी के संबंध में था, നടത്തിയാൽ നിങ്ങളെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഉപയോഗത്തിൽ നിന്നും വ്യത്യസ്തമായി അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയാത്ത വിധത്തിൽ ആയിത്തീരാൻ സാധ്യതയുണ്ട്. यदि आपने ऐसा चुनाव किया तो अब आपको जिस तरीके से इस्तेमाल किया जा रहा है उससे अलग, या तो फिर आप इस्तेमाल ही ना हो उस तरीके से आपका जीवन हो सकता है। എനിക്കറിയാവുന്ന അനേകം ചെറുപ്പക്കാർ അങ്ങനെയുണ്ട്. मैं ऐसे बहुत सारे जवानों को जानता हूँ। അത് അതുകൊണ്ട് അവരെ ഇപ്പം ദൈവം ഷോക്കേസിലാണ് വെച്ചിരിക്കുന്നത്. ഒരു കാലത്ത് ഇങ്ങനെ ആയിരുന്നു, ഒരു കാലത്ത് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചിരുന്നു എന്ന अभी परमेश्वर ने उन्हें शोकेस में रखा हुआ है। एक समय पर ऐसा था, एक समय पर वो बहुत अच्छे से काम कर रहे थे। ഒക്കെ പറയാന്നല്ലാതെ ഇപ്പൊ അവരെ കുറിച്ച് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞു. ऐसा सब उनके बारे में सिर्फ कहा जा सकता है, परंतु अब उनका कोई उपयोग नहीं है। അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ചോയ്സുകൾ സമ്പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുക്കണം എന്നുള്ളതായിരുന്നു അന്ന് പറഞ്ഞതിന്റെ സന്ദേശം. उस दिन जो कहा गया था उसका संदेश ये था कि आपके जीवन में आपके जितने भी चुनाव है उसे संपूर्ण रीति से परमेश्वर के हाथों में सौंपना जो है वो बहुत ही जरूरी है। നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ദൈവിക ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. मैंने जो कहा है उसका संक्षेप यही है कि हमारे जीवन में भी परमेश्वर के उद्देश्य के अनुसार जो है चुनावों को चुनना जो है बहुत ही जरूरी ആ है। തെരഞ്ഞെടുപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് പണി നടക്കുന്നത്. उस चुनाव के आधार पर ही काम होता है। തെരഞ്ഞെടുപ്പിന് വിധേയമാകാൻ ഞാൻ ജീവനുള്ള കല്ല, എനിക്ക് എന്റേതായിരിക്കുന്ന ഒരു ഇച്ഛയുണ്ട്. मैं एक जीवता पत्थर हूँ। उस चुनाव के लिए अपने आप को अधीन करने के लिए भी मेरी स्वयं की एक इच्छा होती है। എന്റേതായ താല്പര്യങ്ങളുണ്ട്, मेरी स्वयं की चाहते हैं ആഗ്രഹങ്ങളുണ്ട്, और इच्छाएं हैं, ജഡത്തിന്റെ അഭിലാഷങ്ങളുണ്ട്, शरीर की अभिलाषाएं हैं, മേന്മ കാണിക്കാൻ ആഗ്രഹമുണ്ട്, बड़ाई करने का मन है, മറ്റുള്ളവരെ ചിലപ്പോൾ ബ്ലസ് ചെയ്യാനായിട്ട് എന്നിൽ നിന്ന് വരുന്നതായിരിക്കുന്ന ഒരു താല്പര്യങ്ങളുണ്ട്. मेरे अंदर से एक ऐसी इच्छा हो सकती है कि मैं दूसरों को आशीषित करूं। ചിലപ്പം വൈകാരിക തലങ്ങളിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഒരു സന്തോഷം ഉണ്ടാകുന്ന അനുഭവം ഉണ്ടോ? അത് या तो फिर अलग तरीके से परमेश्वर जैसे हमें चलाता है, उस चलाने के अनुभव के द्वारा होने वाली खुशी हो सकती है। ഇതിന്റെ എല്ലാം പിന്നിൽ വൃക്ഷത്തിന്റെ അടിയിൽ കോടാലി വെക്കപ്പെട്ട ശേഷം इन सारे बातों के पीछे उस वृक्ष के नीचे कुल्हाड़ी रख दिए जाने के बाद നമ്മൾ പാടിയതുപോലെ യേശുവിന്റെ ജീവനിൽ നിന്നും ആണ് യേശുക്രിസ്തുവിന്റെ കാന്ത വെളിപ്പെട്ട് വരത്തുള്ളൂ. हमने जैसे कि गीत को गाया, प्रभु यीशु मसीह के जीवन से ही प्रभु यीशु मसीह की दुल्हन प्रकट होती है। ആ ജീവനോടുള്ള ബന്ധത്തിൽ എൻ്റെ അല്ലെങ്കിൽ എന്നിലെ ഞാൻ കീഴ്പ്പെടുന്ന അളവിൽ മാത്രമേ उस जीवन के आधार पर मेरा जो स्वयं है वो किस तरीके से आ, अधीनता में होता है, उसके आधार पर ही യേശുക്രിസ്തുവിന് അവൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പണി എന്നിൽ വെളിപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. तभी प्रभु यीशु मसीह जैसा इच्छा रखता है वैसा एक काम मेरे अंदर प्रकट हो पाएगा। അങ്ങനെയുള്ള ഒരു പണിക്ക് വേണ്ടി അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആണ് നിങ്ങൾ എല്ലാവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. यहाँ पे जितने भी भाई बहन बैठे हैं वो सभी लोग ऐसे ही एक काम अपने जीवन में होने के लिए इच्छा रखने वाले, आशा रखने वाले हैं करके मैं विश्वास करता हूँ। പഴയ നിയമത്തിൽ അങ്ങനെയുള്ളവരുടെ എണ്ണം വളരെ ചുരുക്കമാണ്.
वैसे जो लोग हैं उनकी गिनती तो बहुत कम होती है, പക്ഷെ അങ്ങനെയുള്ളവരുണ്ട്. पर ऐसे भी लोग हैं। അങ്ങനെയുള്ളവർ ഈ ഭൂമിയിൽ ഇല്ലാതെ പോയിരുന്നെങ്കിൽ यदि ऐसे लोग इस पृथ्वी पर होते ही ना, ഒരുപക്ഷെ ഭൂമി പണ്ടേ ദൈവത്തിന്റെ കോപത്താൽ നശിക്കപ്പെട്ടു പോകുമായിരുന്നു. तो हो सकता है कि जो पृथ्वी है पहले ही पूर्व में ही परमेश्वर के क्रोध में नाश हो जाता था। ആ, അങ്ങനെ ഉണ്ടായിരുന്ന പഴയ നിയമത്തിലെ ഒരു വ്യക്തിയെ ഞാൻ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. वैसे पुराने नियम के एक पुरुष को मैं आपको दिखाना चाहता हूँ। പലരുണ്ട്. बहुत सारे लोग हैं। ദാവീദൊക്കെ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു. दाऊद दाऊद जो था वो परमेश्वर के हृदय के अनुसार रहने वाला एक पुरुष था। എന്നാൽ ഞാൻ ഇവിടെ നിന്ന് കാണിക്കാൻ ആഗ്രഹിക്കുന്ന പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായത്തിൽ मैं यहाँ पे आपको निर्गमन की किताब उसके 33वें अध्याय में दिखाना चाहता हूँ। പതിമൂന്നാം വാക്യം. उसका 13वां वचन। മതി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മോശ ഇതുവരെ ദൈവത്തെ അറിഞ്ഞില്ലയോ? तो एक बार ऐसे सोच के देखिए कि क्या मूसा ने अब तक परमेश्वर को जाना नहीं था क्या? നേതാവല്ലേ? क्या वो एक नेता नहीं है? ലീഡർ അല്ലേ? क्या वो एक लीडर नहीं है? 6 ലക്ഷം ജനത്തെ അവിടുന്ന് കടത്തിക്കൊണ്ടുവന്നതല്ലേ? 6 लाख लोगों को क्या उसने वहां से लेकर चला नहीं? ദൈവത്തിന്റെ വീര്യപ്രവർത്തികൾ തന്റെ കൈകാൽ വെളിപ്പെട്ടതല്ലേ? क्या परमेश्वर के बड़े बड़े अद्भुत काम उसके हाथों के द्वारा प्रकट नहीं हुआ है क्या? 10 അത്ഭുതങ്ങൾ, 10 അല്ല അതിൽ കൂടുതലുണ്ട്, അത്ഭുതങ്ങൾ വെളിപ്പെട്ടതല്ലേ? 10 से भी अधिक चिन्हों को क्या उसने प्रकट नहीं किया था? വഴി വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനല്ലേ? കാരണം 40 വർഷം മരുഭൂമിയിൽ ആടിനെ തീറ്റി ആ സ്ഥലത്തോടെയൊക്കെ പോയതാ. और जो रास्ता है अच्छे से जानने वाला एक व्यक्ति नहीं है क्या वो? क्योंकि 40 वर्ष तक जहाँ पे भेड़ बकरी चरा करते थे उस रास्ते से लोगों को वो ले चला है आगे। പിന്നെ ഏത് വഴിയെക്കുറിച്ചായി പറയുന്നത്? फिर ये कौन से मार्ग के बारे में कहा जा रहा है? പിന്നെ ഏത് തരത്തിലുള്ള ഒരു അറിവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? फिर किस तरीके की समझदारी के बारे में यहाँ कहा जा रहा है? ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഒരു നിലവിളിയാത്. मुझे तेरी समझ आने दे, वो एक पुकार है। ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള ഒരു നിലവിളിയാത്. हृदय के बहुत ही गहराइयों से उभरने वाला एक पुकार है वो। അത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഈ ഇസ്രായേൽ ജനം ഇത്രയും പേരുണ്ടായിട്ട് ഇവർ ഒരാൾ പോലും ഇങ്ങനെ കരയുന്നില്ല. तो उसका उद्देश्य क्या है? क्योंकि यहाँ पे इतने सारे लाखों इज़राइल जन हैं, उनमें से एक भी व्यक्ति ऐसे पुकार नहीं रहा है, रो नहीं रहा है। അവരൊക്കെ ചുരുങ്ങിയ വർഷം ജാതികളുടെ ഇടയിൽ നിന്ന് ഞാൻ പുറപ്പെട്ടു വന്നല്ലോ, ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നല്ലോ, രക്ഷപ്പെട്ടതിൽ സന്തോഷിച്ചും ആനന്ദിച്ചും ഒക്കെ പോകുന്നത് ആവശ്യമാണ്. ദൈവത്തെ സ്തുതിക്കണം, ഇല്ല. तो वो सारे लोग जो हैं अन्य जाति के बीच में से मिस्र में से बाहर निकल के वहां से बचकर आने की खुशी में है, तो अच्छी बात है, उनको खुश होना चाहिए। तो वहां पे परमेश्वर को स्तुति धन्यवाद भी देना चाहिए उन्हें, सही बात है। പറഞ്ഞ പക്ഷേ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ള സ്പർശതയുള്ള ഒരു വ്യക്തിയായിരുന്നു മോശ. परंतु मूसा जो था परमेश्वर के मन के इच्छाओं के प्रति चाहत रखने वाला, उसको उसकी स्पष्टता उसके मन में है, ऐसा एक व्यक्ति था वो। അവന്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരുന്നു, നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. उसका मन जो है वो तड़प रहा था कि प्रभु तेरा जो मार्ग है वो मुझे दिखा। അപ്പോ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, वो इस प्रकार से कहता है, ദൈവമേ നിനക്കെന്നോട് കൃപയുണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ. ഒരു കാര്യം മനസ്സിലായി. तो वहां पे वो कह रहा है कि प्रभु मुझ पर तेरे अनुग्रह की दृष्टि हो तो मुझे अपनी गति समझा दे। तो उसे एक बात यहाँ समझ में आया, യഹോവ ആരാന്ന് മനസ്സിലായി. परमेश्वर कौन है ये समझ आया, യഹോവയ്ക്ക് എത്ര ശക്തി ഉണ്ടെന്ന് അവന് മനസ്സിലായി. यहोवा का जो सामर्थ है वो भी उसे समझ आया। അവന്റെ വീര്യഭുജം എത്രമാത്രം പവർഫുൾ ആണെന്ന് മനസ്സിലായി. उसका जो हाथ है वो कितना मजबूत है, सामर्थ्यशाली है, ये भी उसे समझ आया। കാരണം അത്രയും അത്ഭുതങ്ങൾ തന്റെ കൺമുമ്പിൽ തന്നെ കണ്ടു. क्योंकि उतना अद्भुत कामों को उसने अपने आंखों के सामने ही देखा था। പക്ഷേ ഇവിടെ പറയുകയാണ്, അങ്ങനെയുള്ള ഒരു അറിവല്ല
എന്ത് ദൈവത്തിന് ചെയ്തു തരാൻ കഴിയും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അറിവല്ല എനിക്ക്. पर वो यहाँ पे कह रहा है कि वैसे एक समझ नहीं, परमेश्वर मेरे लिए क्या करके दे सकते हैं, इसकी समझ नहीं चाहिए मुझे। എന്റെ ദൈവത്തെക്കുറിച്ച് അറിയേണ്ടത്. वो मुझे नहीं जानना है परमेश्वर के बारे में, പിന്നെയോ അവന്റെ ഹൃദയത്തിന്റെ സ്പന്ദനങ്ങളെ എനിക്ക് തൊടണം. परंतु उसके हृदय के जो धड़कन है उसे मुझे छूना है, അറിയണം, അനുഭവിക്കണം, മനസ്സിലാക്കണം. उसे मुझे जानना है, उसका अनुभव करना है, वो मुझे समझना है। അത്തരത്തിലുള്ള ഒരു അറിവിലേക്ക് എന്നെ നീ നയിക്കണമേ. वैसे एक समझ की ओर मेरी अगुवाई तू कर। നിനക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ, എന്നോട് കടാക്ഷം തോന്നിയെങ്കിൽ, എന്നോട് മനസ്സലിവ് തോന്നിയെങ്കിൽ, എന്നിൽ നീ പ്രസാദിച്ചിരിക്കുന്നുവെങ്കിൽ നിന്റെ വഴി എന്നെ കാണിച്ചു തരണമേ. यदि तेरी अनुग्रह की दृष्टि मुझ पर है, यदि तेरी दया कृपा करुणा मुझ पर है, तो तेरा जो मार्ग है वो जो मुझे समझा दे। സൗരന്മാരെ, ദൈവം നമ്മളെ വിളിച്ചു, കരുണ തോന്നി ദൈവം വിളിച്ചു. भाइयों बहनों, परमेश्वर ने हम पर दया कर कर करुणा कर कर हमें बुलाया है। വിളിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ തൃപ്തരാണോ? बुला लिए जाने के बाद क्या हम उसमें ही संतुष्ट हैं, അതോ അതിനപ്പുറത്തേക്ക് എന്തോ ഒന്ന് അന്വേഷിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമകളാണോ നമ്മൾ? या तो फिर उससे भी परे कुछ चीजों को खोजने वाले हृदय के मालिक है, या मन रखने वाले हैं हम? കർത്താവേ, നിനക്ക് എന്നോട് മനസ്സലിവ് തോന്നി, ഞാൻ സന്തോഷിക്കുന്നു, നന്ദി, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. परमेश्वर तुझे मुझ पर दया हुई, इसलिए मैं उस पे बहुत ही खुश होता हूँ, उसके लिए मैं आपको धन्यवाद और स्तुति देता हूँ। എന്നാൽ കർത്താവ്, ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് ഞാൻ അറിയേണ്ടതായിട്ടുണ്ടോ? എന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടോ? परंतु क्या इससे परे मेरे समझ के बाहर, मेरी आंखों से छिपी हुई क्या और भी चीज है? യേശു ഒരിക്കൽ യെരൂശലേമിനെ നോക്കി ദുഃഖിച്ച് കരഞ്ഞു. एक बार प्रभु यीशु मसीह यरूशलेम को देखकर दुखी होकर रोया। നിന്റെ സമാധാനത്തിനുള്ള വഴി നീയും അറിഞ്ഞിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. यदि तेरी शांति का मार्ग तो स्वयं ही जानता तो कितना अच्छा होता, പക്ഷെ നിന്റെ കണ്ണിനത് മറവായിരിക്കുന്നു. पर तेरी आंखों के लिए वो छिपा हुआ है। നമ്മുടെ ജീവിതത്തിൽ കണ്ണിന് മറവായിട്ടുള്ള ദൈവിക ഉദ്ദേശങ്ങളുണ്ടോ? क्या हमारे जीवन में भी हमारे आंखों से छिपा हुआ परमेश्वर के उद्देश्य है क्या? ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ച ശേഷം ദൈവം ऐसे प्रार्थना करने के बाद എന്ത് മറുപടി പറഞ്ഞു? 14-ാം വാക്യം, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു. उसके बाद परमेश्वर ने उससे कहा 14वें वचन में, मैं आप तेरे संग चलूंगा और तुझे विश्राम दूंगा। എന്റെ സാന്നിധ്യം, നമ്മളെല്ലാരും പറയും, കർത്താവേ നിന്റെ സാന്നിധ്യം എനിക്ക് തരണമേ. हम सभी ऐसे बोलते हैं कि परमेश्वर तेरी जो उपस्थिति है वो मुझे चाहिए, എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ऐसे हम प्रार्थनाएं करते हैं। പക്ഷെ അതിന്റെ അടയാളം എന്താണ്? पर उसका चिन्ह क्या है? ചിലരൊക്കെ സാന്നിധ്യത്തെ അളക്കുന്നത് അവരുടെ പാട്ടിൽ വരുന്നതായിരിക്കുന്ന ഇമോഷണൽ എലിവേഷൻസ് നോക്കിയിട്ടാണ്. कुछ लोग जो है परमेश्वर की उपस्थिति को इस तरीके से नापते हैं कि उनके गीतों में जो उनके भावुकता जो उभर के आते हैं, तब उसको उस आधार पर परमेश्वर की उपस्थिति को नापते हैं वो। അല്ലെങ്കിൽ നല്ലൊരു പ്രസംഗത്തിന്റെ സ്ഫുടതയോ അല്ലെങ്കിൽ അതിന്റെ ഗാംഭീര്യമോ ശക്തിയോ നോക്കിയിട്ട് ദൈവസാന്നിധ്യം നമ്മുടെ മധ്യം ഉണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ പറയാറുണ്ട്. या तो फिर कोई बहुत अच्छे प्रचार के स्पष्टता को, उसके जो सामर्थ्य है, उसकी शक्ति है, उसको देखते हुए कहते हैं कि आज हमारे बीच परमेश्वर की उपस्थिति थी। പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്ന് അറിയാമോ? എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉള്ളപ്പോ ഒക്കെ നിന്റെ ഹൃദയം ഒരു ആന്തരിക സ്വസ്ഥതയിലായിരിക്കും. पर यहाँ पे क्या कहा जा रहा है कि जब भी मेरी उपस्थिति तेरे साथ होगी तो तेरे अंदरूनी मन में एक विश्राम होगा, शांति होगा। ഇളകി മറിഞ്ഞിരിക്കുന്ന കടൽ എപ്പോഴും ദുഷ്ടന്റെ മനസ്സ് ഇളകി മറിഞ്ഞ കടലിന് തുല്യം, അതിൽ നിന്ന് ചേറും ചെളിയും പുറത്തേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്നു. एक दुष्ट का हृदय जो है लहर उठने वाले उस समुद्र के समान है, और उसके अंदर से कीचड़ और गंदगी जो है वो बार फेंकता रहता है। ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥനയിൽ അത് തള്ളുകയായിരിക്കും. हो सकता है कि हमारे प्रार्थना के समय हम उसे बाहर ना निकालते हो। വീട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും, हो सकता है घर पे जाने के बाद होता हो वो, അല്ലെങ്കിൽ ജോലി സ്ഥലത്തായിരിക്കും, या तो फिर काम की जगह होता हो, അല്ലെങ്കിൽ നാം നമ്മെ തനിയെ വിടുമ്പോൾ, തനിയെ ശേഷിച്ചിരിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്താണ്? या तो फिर जब हमें अकेला छोड़ा जाता है, जब हम अकेले रह जाते हैं, तब हमारे अंदर से क्या बाहर निकल कर आता है?
ഇവിടെ പറയുകയാണ് ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഇൻക്രീസിംഗ് ആയിരിക്കുന്ന ഒരു സ്വസ്ഥത നിന്നെ ഭരിച്ചുകൊണ്ടിരിക്കും. यहाँ पे कहा गया है कि यदि परमेश्वर की उपस्थिति तेरे संग रहेगी तो तेरे जीवन में बढ़ती जाने वाली एक विश्रांति होगी। അപ്പം അവൻ പറഞ്ഞു, കർത്താവെ, അങ്ങനെയുള്ളൊരു സ്വസ്ഥത എൻ്റെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ഒരു വഴിയിൽ എന്നെ മുന്നോട്ട് വിടരുത്. तब मूसा ने कहा कि यदि ऐसी एक विश्रांति मेरे संग नहीं है तो मुझे यहाँ से आगे ना जाने देना। എൻ്റെ പോക്കിന് നീ ഒരു തടസ്സമിടണമേ. मेरे आगे जाने वाले सफर में एक रुकावट को लेके आ। എൻ്റെ ഓട്ടങ്ങൾക്ക് കടിഞ്ഞാണിടണമേ. मेरा जो दौड़ है या भाग दौड़ है उसमें एक रुकावट ले आ। എൻ്റെ താല്പര്യങ്ങൾക്ക് നീ ഒരു വിഘാതമിടണമേ. मेरी जो इच्छाएं हैं उसमें विघ्न पड़ने दो, കാരണം ഞാൻ അന്വേഷിക്കുന്നത് ഈ ആന്തരിക സ്വസ്ഥതയാണ്. क्योंकि मैं इस अंदरूनी विश्रांति की खोज में हूँ। സർട്ടിഫിക്കറ്റ്സ് അല്ല, അപ്രൂവൽ അല്ല, किसी की अनुमति नहीं और सर्टिफिकेट भी नहीं। എന്നെ തന്നെ പ്രസാദിക്കലും അല്ല, मैं अपने आप को भी खुश करना नहीं चाहता, മനുഷ്യരുടെ അംഗീകാരവുമല്ല, मनुष्यों की स्वीकृति भी नहीं, മറിച്ച് ഈ ആന്തരിക സ്വസ്ഥതയിൽ നിന്നോടൊപ്പം വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. परंतु इस अंदरूनी विश्रांति के साथ तेरे साथ रहने के लिए मैं चाहता हूँ। അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ്, उसके बाद वो कहता है 16-ാം വാക്യം, എന്നോടും നിന്റെ ജനത്തോടും കൃപയുള്ളത് ഏതിനാൽ ഞാൻ അറിയും, നീ ഞങ്ങളോടുകൂടെ പോരുന്നതിനല്ലയോ. यहाँ पे 16 वचन में फिर से वो कहता है, ये कैसे जाना जाए कि तेरे अनुग्रह की दृष्टि मुझ पर और मैं अपनी प्रजा पर है, क्या इससे नहीं कि तू हमारे संग संग चले। നമുക്കറിയാം, സ്വസ്ഥതയുള്ളിടത്തെ ദൈവം വസിക്കുകയുള്ളൂ, അല്ലെങ്കിൽ हम जानते हैं कि जहाँ पे शांति होती है वहीं पे परमेश्वर वास करता है, ദൈവത്തിന്റെ ഹൃദയാലോചനകൾ വെളിപ്പെടുകയുള്ളൂ. वहीं पे परमेश्वर के जो मन के उद्देश्य है वो प्रकट होते हैं, ദൈവത്തിന്റെ ജ്ഞാനവും വെളിപ്പെടുകയുള്ളൂ. परमेश्वर का ज्ञान भी वहीं पे प्रकट होता है। പൈതൽ വളർന്നു, ജ്ഞാനത്തിലും കൃപയിലും മുതിർന്നു വന്നു. बालक जो है वो बड़ा होता चला गया और परमेश्वर की कृपा और ज्ञान में बढ़ता गया। യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതാണ്, प्रभु यीशु मसीह के बारे में लिखा हुआ है, ये ജ്ഞാനത്തിൽ വളർന്നു വന്നു. वो परमेश्वर के ज्ञान में बढ़ता गया। ജ്ഞാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ബുദ്ധിയിലുള്ള ജ്ഞാനമല്ല. जब ज्ञान के बारे में हम बोलते हैं तो हमें लगता है कि बुद्धि के बारे में बोल रहे हैं, हमारे जो दिमाग की बुद्धि है वो नहीं है। അത് ദൈവികമായ ഒരു കാര്യത്തിന്മേൽ ദൈവികമായ രീതിയിൽ അതിനെ അപ്രോച്ച് ചെയ്യുകയും തൽഫലമായി ഉണ്ടാകുന്ന സ്വസ്ഥതയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. यहाँ पे किस बारे में बोला जा रहा है कि कोई विषय को लेकर जब हम परमेश्वर के उद्देश्य के अनुसार उसका सामना करते हैं और उसका जो उसमें कार्य करते हैं और उसके द्वारा आने वाली जो शांति है, उसके परिणाम के द्वारा आने वाली जो शांति है उसके बारे में कहा जा रहा है। ദൈവത്തിന്റെ ജ്ഞാനത്തിൽ നമ്മൾ നടക്കുമ്പോൾ परमेश्वर के ज्ञान के अनुसार, बुद्धि के अनुसार जब हम चलते हैं, നമ്മൾ അതിന്റെ റിസൾട്ടായിട്ട് നമ്മൾ സ്വസ്ഥതയിൽ വരും. उसका परिणाम के तौर पर हम विश्रांति की ओर आते हैं। വേണമെങ്കിൽ ഇങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാം, उसको हम ऐसे भी बोल सकते हैं। ഒരു പ്രശ്നത്തിന് മുമ്പിൽ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ഞാൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ एक समस्या के सामने जब परमेश्वर के ज्ञान के साथ, बुद्धि के साथ जब मैं उसमें कार्य करता हूँ, തൽഫലമായിട്ട് അത് പീസ്ഫുൾ ആയിട്ട് എൻഡ് ചെയ്യും. उसका प्रतिफल, उसका जो फल है वो ऐसा होता है कि वो उसका जो परिणाम है वो शांति पूर्वक ही होता है। So rest can be defined as like this. तो जो शांति है उसको ऐसा परिभाषित किया जा सकता है, ദൈവം തന്ന ആലോചന പ്രകാരം ഒരു കാര്യത്തെ ഞാൻ അഭിമുഖീകരിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുമ്പോൾ परमेश्वर ने जो मुझे योजना दी है उसके अनुसार जब मैं एक कार्य को करता हूँ, उसका सामना करता हूँ, उसमें कार्य को करता हूँ, അതിന്റെ റിസൾട്ടായിട്ട് കലക്കമല്ല, സമാധാനമായിരിക്കും ഉണ്ടാവുക. उसका परिणाम होता है कि ये होता है कि वहाँ पे जो है गड़बड़ी नहीं होती है कोई, वहाँ पे अंत में शांति होती है। അങ്ങനെ ഓക്കെ, 17-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരാം. हम 17वें वचन की ओर आएंगे। യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്കുപോലെ ഞാൻ ചെയ്യും. यहाँ पे यहोवा ने मूसा से कहा कि मैं ये काम भी जिसकी चर्चा तूने की है करूंगा। ദൈവത്തിന് വലിയ ഇഷ്ടമായി.
परमेश्वर को बहुत अच्छा लगा। വേറെ ഒരു 6 ലക്ഷം പേരിൽ ആരും ചോദിച്ചില്ല. 6 लाख लोगों में से किसी ने ऐसा नहीं पूछा था। എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്തറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. क्योंकि मेरे अनुग्रह की दृष्टि तुझ पर है और तेरा नाम मेरे चित्त में बसा है। അപ്പോ അവൻ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണേ. അങ്ങനെ കർത്താവെ നീ എന്നെ അടുത്തറിഞ്ഞു എന്നൊക്കെയാണല്ലോ പറഞ്ഞ, എന്റെ ഹൃദയമൊക്കെ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്റെ ഹൃദയത്തിൽ വലിയ ആഗ്രഹം, അതൊന്നും എനിക്ക് ചെയ്തു തരാമോ? उसने कहा कि मुझे अपना तेज दिखा दे। तो मूसा यहाँ कहता है कि परमेश्वर आप तो बोल रहे हैं कि आपने मुझे जाना है, मेरे चित्त में क्या-क्या है सब कुछ आप जानते हो, तो ऐसा हो तो मुझे अपना तेज दिखा दो। ചിലപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ വളരെ താലോലിക്കുമ്പം അന്നേരമായിരിക്കും അവർ മടി കയറിയിരുന്നുണ്ട്, അവരുടെ ഉള്ളിൽ വളരെ ആയിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യം ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, ചോദിക്കാൻ പേടിച്ചിരിക്കുകയായിരിക്കും. ऐसा ही होता है, छोटे बच्चे जो हैं जब हम उन्हें गोद में लेकर उनको लाड करते हैं, तब उन्होंने बहुत दिन से मन में सोचा हुआ कोई बात रहेगा, जो वो हमसे कहने के लिए डर रहे थे पर सोच रहे थे। അതുണ്ടാവും ചോദിക്കുന്നത്. അതുപോലെ മോശ ചോദിച്ചു, കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് അടുത്ത് നിന്റെ തേജസ് എനിക്കൊന്ന് കാണണം. वैसे वो बच्चे तभी जब हमारे गोद में बैठे रहते तभी वो सवाल जो है वो हमसे करते हैं। वैसे ही यहाँ पे मूसा ने भी परमेश्वर से कहा कि मुझे अपना तेज दिखा दे। അപ്പൊ പിന്നെ എന്താണ് ഈ തേജസ്? तो फिर ये तेज क्या है? 10 അത്ഭുതങ്ങളിൽ വെളിപ്പെട്ട തേജസ് അല്ലേ അത്? 10 जो अद्भुत चमत्कारें हैं उनमें प्रकट हुआ तेज नहीं है क्या ये? യഹോവയുടെ തേജസ് സീനായി പർവ്വതത്തിൽ കണ്ടു. परमेश्वर की जो तेज है वो सीनाई पहाड़ पर दिखा गया। അത് കത്തുന്ന തീ പോലെയായിരുന്നു. അങ്ങനെയുള്ള തേജസ് ഒന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. वो जलने वाले अग्नि की समान था। वैसा कोई तेज के बारे में नहीं कहा जा रहा है यहाँ। നമ്മളൊരു വ്യക്തിയെ ബഹുമാനിക്കുന്ന എപ്പോഴാ? हम एक व्यक्ति का आदर कब करते हैं? ആ വ്യക്തിയുടെ ക്യാരക്ടർ അറിയുമ്പോഴാ അല്ലേ? जब हम उस व्यक्ति के चरित्र को पहचानते तब करते हैं। ആ വ്യക്തിയുടെ തനി സ്വഭാവം, തനിമ, അവൻ എന്തായാലും വാട്ട് ഈസ് ഹിസ് ബീയിങ്, उस व्यक्ति का जो सच में उसका जो स्वभाव क्या है, वो अंदरूनी तौर से कैसा है, क्या है, അതറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ആദരവുണ്ടാവുന്നത്. जब हम उसे जान लेते हैं उसके बाद ही उस व्यक्ति के प्रति हमारे अंदर सम्मान आदर उत्पन्न होता है। അതുപോലെ മോശ പറയാ, वैसे मूसा भी यहाँ पे कह रहा है എനിക്ക് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പുറമേ നിന്ന് ഇങ്ങനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നൊന്നും പോരാ. ऐसे ही मैं भी सिर्फ बाहर से देखकर तेरी स्तुति आराधना करना नहीं चाहता हूँ, ये काफी नहीं है मेरे लिए। എനിക്ക് നിന്റെ തേജസ് എന്ന് അറിയണം. मैं तेरे तेज को जानना चाहता हूँ। അങ്ങനെ അറിഞ്ഞിട്ട് ऐसे जानने के बाद എനിക്ക് നിന്നെ ഒന്ന് ആരാധിക്കണം, उसके बाद मैं तेरी आराधना करना चाहता हूँ। കാണണം, അനുഭവിക്കണം. ऐसे मुझे तुझे देखना है, तेरा अनुभव करना എന്റെ है। ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ അറിയാം, എന്റെ ഹോൾ ബീയിങ് നിന്നോട് റെസ്പോണ്ട് ചെയ്യണം. मेरे अंदरूनी मन से मेरा जो संपूर्ण मनुष्य है वो पूरी तरह तुझे प्रत्युत्तर दे। ലിപ്സ് മാത്രം പോരാ, सिर्फ होठ काफी नहीं है, എന്റെ ചുണ്ടുകൾ മാത്രം അനങ്ങിയാൽ പോരാ, നാവനങ്ങിയാൽ പോരാ, मेरा जो जुबान है वो हिले ये काफी नहीं है। എന്റെ ഹോൾ ബീയിങ് ഷുഡ് ബി റെസ്പോണ്ടിങ് ടു യു. मेरा जो संपूर्ण मनुष्य है वो पूरी तरह तुझे प्रत्युत्तर दे। അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു തേജസ് എനിക്ക് കാണണം. ऐसी एक तेज को मैं देखना चाहता हूँ। ഞാൻ അങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല കർത്താവ്, मैंने अभी तक ऐसा नहीं देखा है प्रभु, കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കാണിച്ചു തരണേ. इसलिए मुझे दिखा दीजिए। അപ്പൊ കർത്താവ് പറഞ്ഞു, तब प्रभु ने उसे कहा, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പിൽ ഘോഷിക്കും. വേർത്തി പറഞ്ഞു, मैं तेरे सम्मुख होकर चलते हुए तुझे अपनी सारी भलाई दिखाऊंगा और तेरे सम्मुख यहोवा नाम का प्रचार करूंगा। यदि इसे दूसरे शब्दों में कहा जाए, ഞാൻ എന്റെ തേജസ്സിനെ നിന്റെ മുമ്പാകെ കടത്തിക്കൊണ്ടുപോയി. അപ്പൊ ഇതിനു മുമ്പൊന്നും ഉണ്ടായില്ല അത്. मैंने अपने तेज को तेरे सामने से गुजरने दिया। इसका मतलब ये है कि इससे पहले ऐसा हुआ नहीं है। മോശയുടെ ആ ഒരു ചിന്ത കറക്റ്റ് ആയിരുന്നു. मूसा का जो सोच था वो सही था। എന്റെ ഹൃദയത്തിനകത്തുള്ളത് തന്നെയാണ് നീ ചോദിച്ചത്. അതുകൊണ്ട് मेरे हृदय में जो था वही तुमने पूछा ഞാൻ है കാണിച്ചു मुझसे, തരാമെന്ന് പറഞ്ഞു. इसलिए मैं तुझे दिखाऊंगा। അങ്ങനെ ഞാൻ എന്റെ മഹിമ നിന്റെ മുമ്പാകെ കടക്കുമാറാക്കും. ऐसे मैं अपनी महिमा को तेरे सामने से गुजरने दूंगा। അങ്ങനെ കടന്നു കഴിഞ്ഞിട്ട് നീ എന്റെ നാമത്തെ ഘോഷിക്കും. അപ്പൊ ഇതിന് वैसे गुजरने के बाद तू मेरे नाम का प्रचार करेगा। മുമ്പ് നമ്മൾ സ്വോത്രം സ്വോത്രം എന്നൊക്കെ പറഞ്ഞതോ? तो इससे पहले हम स्तुति स्तुति कह रहे थे, वो सब कुछ क्या है फिर?
യഹോവയ്ക്ക് തപ്പെടുത്ത് കൊട്ടി എന്തെല്ലാം ചെയ്തു, മെരിയാം ചെയ്തു, അക്കൂട്ടത്തിൽ മോശയൊക്കെ. അയ്യോ, മോശ തന്നെ ഒരു സങ്കീർത്തനം എഴുതിയിട്ടുണ്ട്. परमेश्वर के लिए बाजा बजाया, मरियम ने भी वैसा सब कुछ किया। वहाँ पे हम देखते हैं कि सभी लोगों ने वैसा किया है। मूसा ने भी यहाँ तक परमेश्वर की स्तुति प्रशंसा करते हुए पूरे एक भजन संगीता को लिखा है। അതൊന്നും അല്ല, അതിനപ്പുറത്തേക്ക് പോയിരിക്കുന്ന എന്തോ ഒരു കാര്യമുണ്ട്. वो सब कुछ नहीं है, परंतु उससे भी परे गया हुआ कोई एक बात है। അത് അന്നേരം ഇങ്ങനെ ഈ മഹിമ കണ്ടു കഴിയുമ്പോൾ जब इस महिमा देखा जाएगा उसके बाद നീ എൻ്റെ നാമത്തെ പുകഴ്ത്തും. तब तू मेरे नाम का प्रचार करेगा। എൻ്റെ നാമം എന്നുള്ളത് കൊണ്ട് പേരായ ഒരു ശബ്ദമല്ല, ये जो मेरा नाम यहाँ पे कहा जा रहा है वो एक शब्द नहीं है सिर्फ। എൻ്റെ നാമത്തിന്റെ പിന്നിൽ അടങ്ങിയിരിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അറിഞ്ഞിട്ട് നീ എന്നെ സ്തുതിക്കും. मेरे नाम के पीछे छिपा हुआ मैं, जो स्वयं मेरा जो व्यक्तित्व है, उसे जानकर तू मेरे नाम की स्तुति करेगा। അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, उसके बाद उसने कहा, എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ ചെയ്യും, കരുണ കാണിപ്പാൻ എനിക്ക് മനസ്സുള്ളവനെ ഞാൻ കരുണ കാണിക്കുകയും ചെയ്യും. और जिस पर मैं अनुग्रह करना चाहूँ उसी पर अनुग्रह करूंगा, और जिस पर दया करना चाहूँ उसी पर दया करूंगा। നിനക്ക് എൻ്റെ മുഖം കാണുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കുകയില്ല എന്ന് കൽപ്പിച്ചു. फिर उसने कहा, तू मेरे मुख का दर्शन नहीं कर सकता, क्योंकि मनुष्य मेरे मुख का दर्शन करके जीवित नहीं रह सकता। അതിനുശേഷം 21 വാക്യം, ഇതാ എൻ്റെ അടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ പാറമേൽ നീ നിൽക്കണം. फिर उसके बाद 21वें वचन में, फिर यहोवा ने कहा, सुन मेरे पास एक स्थान है, तो उस चट्टान पर खड़ा हो। എൻ്റെ തേജസ് കടന്നു പോകുമ്പോൾ ഞാൻ നിന്നെ ഒരു പാറയുടെ പിളർപ്പിലാക്കി, ഞാൻ കടന്നു പോകുവോളം എൻ്റെ കൈകൊണ്ട് നിന്നെ മറയ്ക്കും. और जब तक मेरा तेज तेरे सामने होके चलता रहे, तब तक मैं तुझे चट्टान के दरार में रखूंगा, और जब तक मैं तेरे सामने होकर ना निकल जाऊं, तब तक अपने हाथ से तुझे ढापे रहूंगा। പിന്നെ എൻ്റെ കൈ നീക്കും, നീ എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമൊന്നും കാണാവതല്ല. ഞാൻ അതിലേക്ക് പോകുന്നില്ല. फिर मैं अपना हाथ उठा लूंगा, तब तू मेरी पीठ का तो दर्शन पाएगा, परंतु मेरे मुख का दर्शन नहीं मिलेगा। मैं इसे और आगे नहीं जाना चाहता। 22 വാക്യം, 22वां वचन, എൻ്റെ തേജസ് നിന്റെ മുമ്പാകെ ഞാൻ കടന്നു പോക്കും. मैं अपने तेज को तेरे सामने होके गुजारूंगा। 21 പാറയുടെ ഇതാ എൻ്റെ അടുക്കൽ ഒരു സ്ഥലമുണ്ട്, ഇവിടെ ഒരു പാറമേൽ നീ നിൽക്കണം. और 21वें वचन में, देख मेरे पास यहाँ पे एक स्थान है, तो उस चट्टान पर खड़ा हो। ഒരു പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ നിർത്തും. एक चट्टान के दरार में मैं तुझे खड़ा रखूंगा। ഞാൻ പല പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. मैंने बहुत सारे प्रचारों में सुना है, പാറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്, चट्टान प्रभु यीशु मसीह को कहा जाता है। യേശു ക്രിസ്തുവിലാകുക എന്നൊക്കെ പറയുന്നതാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. എന്തായാലും प्रभु यीशु मसीह में होना, ये सब कुछ उसे कहा जाता है। मैं उन सारी बातों में जाना नहीं चाहता हूँ, ഒരു കാര്യം ഞാൻ പറയാം. पर मैं एक बात यहाँ पे कहना चाहता हूँ। പാറയുടെ പിളർപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ മനുഷ്യന് ഇഷ്ടപ്പെടാത്തൊരു സ്ഥലമാണ്. चट्टान का जो दरार जो होता है, सामान्य रूप से कोई मनुष्य उसे पसंद नहीं करता। ऐसी एक जगह है वो ചപ്പുചവറുകൾ ഇടുന്നൊരു സ്ഥലമാണ്. वो सारे कचरा फेंकने वाली जगह है। വാസയോഗ്യമല്ലാത്തൊരു സ്ഥലമാണ്. वहां पे कोई रह नहीं सकता, ऐसी एक जगह है वो। അതിലൂടെ കടന്നു പോയാൽ ചിലപ്പോൾ ഒരഞ്ഞ് ഇടുക്കമായിരിക്കും. और वहां से गुजरने के समय हो सकता है कि हमें चोट पहुंच जाए, क्योंकि वो एकदम सकरा एक मार्ग होता है। തോളൊക്കെ ചിലപ്പം ചോര വന്നിരിക്കും. हो सकता है कि हमारा कंधा जो है वो घिस कर उसमें से खून भी निकले। അവിടെയാണ് ഇത് കാണുള്ളൂ. ഈ वहीं पे इस तेज को हम देख सकते हैं। കാണുള്ളൂ. എപ്പോഴും എല്ലാം സുഖമായിരിക്കും, जब सब कुछ सुख से होता है, തൊടുന്നതെല്ലാം പൊന്നാകുകയും जब जो कुछ भी छुए वो सब कुछ सोना हो जाए, പ്രാർത്ഥിച്ച ഉടനെ തന്നെ സൗഖ്യമാകുകയും प्रार्थना करते ही चंगाई मिल जाए, ഒക്കെ ചെയ്യുന്ന അതിൻ്റെ നടുവിലല്ലത്. ये सब कुछ होने वाले उस कार्यों के बीच में नहीं है। ഇതല്പം വ്യത്യസ്തമാണ്. ये उससे थोड़ा अलग है। ഇവിടെ എനിക്കൊരു സ്ഥലമുണ്ട്. यहाँ पे मेरे पास एक स्थान है। ഞാൻ ഇപ്രകാരം ദൈവത്തെ അന്വേഷിക്കുകയും താല്പര്യപ്പെടുകയും ആഗ്രഹിക്കുകയും കരയുകയും നിലവിളിക്കുകയും ദാഹിക്കുകയും इस तरीके से परमेश्वर की खोज करने वाले, परमेश्वर को पुकारने वाले, रोने वाले, उसके लिए प्यासे और भूखे रहने वाले लोग, ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഒരുക്കിയൊരു സ്ഥലമുണ്ട്. ऐसे लोगों के लिए मैंने तैयार किया हुआ एक जगह है। അവിടേക്ക് ഞാൻ നിന്നെ ആക്കും. मैं तुझे वहां पे रखूंगा, ആ പിളർപ്പിൽ വെച്ചിട്ട് और मैं उस दरार में होकर, നീ എന്നെ കാണും. तो फिर तब वहां पे तू मुझे देख पाएगा। അവിടെ നീ വ്യത്യസ്തനാവും, കാരണം എന്നെ കണ്ടിട്ട് ആരും പിന്നെ ജീവിച്ചിട്ടില്ല. वहां पे तो एकदम से बदल जाएगा, क्योंकि मुझे देखने के बाद फिर कोई जीवित नहीं रह सकता।
അവിടെ വെച്ച് നീ നീ വ്യത്യസ്തനായി തീരും. वहां पे तो एकदम से बदल जाएगा। ഇതുവരെ ഉണ്ടായിരുന്ന മോശ അല്ലത്. अब तक जो मूसा था वैसा नहीं होगा अब। അത് കഴിഞ്ഞിട്ട് പാറയുടെ പിളർപ്പ് യേശുവും പറഞ്ഞു പാളയത്തിന്റെ പുറത്ത് പോയിട്ട് കഷ്ടം അനുഭവിച്ചു. प्रभु यीशु ने भी कहा जो चट्टान का जो दरार है उसके बारे में कि प्रभु यीशु मसीह भी जो है उस छावनी के बाहर जाकर उसने कष्ट उठाया है। പാളയത്തിന്റെ അകത്തുള്ള കഷ്ടത്തെക്കാളും जो छावनी के अंदर जो क्लेश होता है उससे भी अधिक जो है വലുതാണ് പാളയത്തിന്റെ പുറത്തുള്ളൊരു കഷ്ടം. പാളയത്തിന്റെ उससे भी अधिक होता है उस छावनी के बाहर होने वाला क्लेश। അകത്ത് ചിലപ്പോൾ വലിയ കഷ്ടം കണ്ടെന്നും വരികയില്ല. हो सकता है कि छावनी के अंदर जो है इतने क्लेश होता भी ना हो। പാളയത്തിന്റെ പുറത്ത് ഒരു നിന്ദയുടെ ആവരണത്തിൽ പൊതിഞ്ഞ് छावनी के बाहर अपमान से पूरा लिपटा हुआ एक अवस्था में നമുക്കറിയാം പാറയുടെ പിളർപ്പിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ മിക്കവാറും അത് ധർമ്മക്കാരനായിരിക്കും. हम जानते हैं कि यदि कोई दरार के चट्टान के दरार में अगर कोई होता है वो जरूर एक भिखारी ही होता है, അല്ലെങ്കിൽ വീടില്ലാത്ത ഏതെങ്കിലും ഒരുത്തനായിരിക്കും. या तो फिर जिसके पास घरदार नहीं है वैसा ही कोई व्यक्ति रहता है। എന്തായാലും അവിടെ ഇരിക്കുന്നവരാരും മൈൻഡ് ചെയ്യാറുമില്ല. पर वहां पे जो भी व्यक्ति रहता है उससे कोई पूछता नहीं है। അങ്ങനെയുള്ള ഒരു സ്ഥലം വെച്ചിട്ടാണ് അങ്ങനെ ഒരു സ്ഥലം എനിക്കുണ്ട്. वैसा एक स्थान मेरे पास है। അത് ലോകത്താൽ ത്യജിക്കപ്പെട്ടതും वो लोग पूरी दुनिया से नकारा हुआ, ആത്മീയ മൂല്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത ആത്മീയർക്കും जो आत्मिक जो मूल्य की बातें हैं, आत्मिक मूल्य की बातें हैं उसे ना समझने वाले आत्मिक लोग भी, മനസ്സിലാകാത്തതുമായ ഒരു സ്ഥലമാണ്. वैसे आत्मिक लोगों को भी समझ में नहीं आने वाली एक जगह है वो। അവിടെ വച്ച് वहां पर ഞാൻ എൻ്റെ ചില രഹസ്യങ്ങളെ നിനക്ക് കാണിച്ചു തരാം. वहां पे मेरे कुछ रहस्य की बातों को मैं तुझे दिखाऊंगा। അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ये सारी बातें प्रभु ने उसे दिखाया। കാണിച്ചു കൊടുത്ത ശേഷം वो दिखाने के बाद അത് കഴിഞ്ഞിട്ട് ബ്രദറെ എവിടെയാ ഹോവ കരുണയും കൃപയും ദീർഘക്ഷമയും ഉള്ളവൻ എന്ന് പറയുന്നൊരു ഭാഗമുണ്ടല്ലോ. उसके बाद परमेश्वर दया कृपा और करुणा दृष्टि से भरा हुआ है, ऐसा एक वचन है। वो कहाँ पे है? അത് കാണിച്ചു കൊടുത്ത പുള്ളി റെസ്പോണ്ട് ചെയ്യുന്ന അങ്ങനെ എവിടെ परमेश्वर जब उसे ये सब कुछ दिखाता है उसके बाद ये मूसा जो है इस तरीके से परमेश्वर को प्रत्युत्तर देता है। അത് 34:6 क्या वो 34 अध्याय का 6वां वचन है? യെസ് കറക്റ്റ്. ഓക്കെ. അങ്ങനെ ദൈവം അവനെ തന്റെ തേജസ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പം മോശ എന്നാ പറഞ്ഞേ? वैसे परमेश्वर ने जब उसे अपना तेज दिखा दिया उसके बाद मूसा ने क्या कहा? ഉയ്യോ ഭയങ്കര ദൈവം, ഈ ഭൂമി എല്ലാം സൃഷ്ടിച്ച ദൈവം. क्या मूसा ने ऐसा कहा कि ये बहुत बड़ा परमेश्वर है, पूरी पृथ्वी को उसने ही रचा है, കടലെല്ലാം ഇങ്ങനെ ഒരു കൈ കൊണ്ട് പിടിക്കുന്ന ദൈവം, पूरे समुद्र को एक हाथ से पकड़ने वाला परमेश्वर, പൊടിയെല്ലാം കൂടെ എടുത്തിട്ട് ഒരു നാഴിയിൽ കൊള്ളിക്കുന്ന ദൈവം. അങ്ങനെ और पूरे जो रेती है उसे उठाकर एक कुप्पी में भरने वाला परमेश्वर। ഒന്നുമല്ല പറഞ്ഞത്. ऐसा कुछ नहीं कहा उसने। എന്തോ ഇതുവരെയും കാണാത്ത ചില കാര്യങ്ങളൊക്കെ ഈ മോശ മനസ്സിലാക്കി. अब तक उसने नहीं देखा हुआ ऐसी बहुत सारी बातों को मूसा ने समझ लिया। അവൻ പറഞ്ഞു, उसने कहा, അല്ലെങ്കിൽ അവൻ ആത്മാവിൽ പറഞ്ഞ കാര്യം, उसने आत्मा में होकर उसने ये सारी बातें कहा। ദേഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയും വിശ്വസ്തതയുമുള്ള ദൈവം, ആയിരത്തിന് ദയകാലിക്കുന്നവൻ, അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ. ഞാൻ അതിലേക്ക് പോകുന്നില്ല, പറഞ്ഞ ചുരുക്കം ഇത്രയേ ഉള്ളൂ. यहोवा ईश्वर दयालु और अनुग्रहकारी, कोप करने में धीरजवंत और अति करुणामय और सत्य, हजारों पीढ़ियों तक निरंतर करना करने वाला, अधर्म और अपराध और पाप का क्षमा करने वाला। मेरा कहने का उद्देश्य ये है, मैं आगे नहीं जाना चाहता। ദൈവം തന്റെ സ്വഭാവത്തിന്റെ അതുവരെയും വെളിപ്പെടാത്ത, അല്ലെ ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ചിട്ട് ആ ദൈവം കൊണ്ട് അതൊക്കെ ശരിയാ, പക്ഷെ ഇതുവരെയും മനസ്സിലാകാത്ത ഡിഗ്രിയിലുള്ള परमेश्वर के जो स्वभाव का जो अंश है, जो अब तक नहीं समझा हुआ, उतने डिग्री तक का कोई बात अब तक परमेश्वर ने इज़राइल को कृपा और दया दिखाकर ही ले चला है मरुस्थल में, फिर भी उससे भी कहीं ज्यादा अलग एक बात, ഒരു റെവലേഷൻ മോശയ്ക്ക് കിട്ടി. उससे भी कहीं अधिक अलग एक प्रकाशन मूसा को मिलता है।
അത് മോശയ്ക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാം, എൻ്റെ ഭാവനയാണ്. वो जब मूसा को मिला इसलिए हो सकता है ऐसा, क्योंकि ये मेरी कल्पना है। മോശയോട് പറഞ്ഞു, मूसा से कहा गया, നീ കലഹജലത്തിൻ്റെ അടുക്കൽ വെച്ച് എന്നെ പരീക്ഷിച്ചത് കൊണ്ട് तूने जो है गड़बड़ी के उस पानी के सामने तूने मेरी परीक्षा की, इसीलिए ഞാൻ നിന്നെ വാഗ്ദത്തദേശത്തേക്ക് കടക്കാൻ അനുവദിക്കില്ല. നീ इसलिए मैं तुझे उस वादा किए देश में प्रवेश करने नहीं दूंगा। കുന്നേ നിന്ന് കണ്ടോ. इसलिए तू उस पहाड़ की चोटी पर खड़े होके देख ले सिर्फ। ഞാൻ വിചാരിക്കാറുണ്ട്, ഞാനാണെങ്കിൽ ദൈവത്തോട് തർക്കിച്ചേനെ. मैं ऐसा सोचता हूँ कि यदि मैं होता उसके स्थान पे तो परमेश्वर से विवाद किया होता। ഇതുവരെ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം വിട്ട് ഈ മരുഭൂമിയിലൂടെ നടന്ന് അലഞ്ഞ് എൻ്റെ ജീവൻ പോലും പണയം വെച്ച് मैंने इतना सब कुछ सहकर, इतना मेहनत कर कर, इतना क्लेश उठाकर, इस जंगल में से होकर, मैंने अपने जान को भी हथेली पे रख कर मैं अपने जान को भी हथेली पे रख के चला हूँ। इतना क्लेश उठाया मैंने। ഫറവോന്റെ മുമ്പിൽ നിന്ന് നിനക്ക് വേണ്ടി നിന്റെ ജനത്തിന് വേണ്ടിയിട്ടും പക്ഷപാതം ചെയ്ത് അവരെ പുറപ്പെടുവിച്ച് और फरवोन के सामने भी तेरे लिए और तेरे लोगों के लिए मैंने वहां पे विवाद किया उससे, और वहां से उनको छुड़ा के ले आया हूँ मैं। അവരുടെ നിന്നയും പരിഹാസവും പരാതിയും കേട്ട ശേഷം उसके बाद भी उनके अपमानों को, उनके जितने भी कुड़कुड़ाने वाली बातें हैं और शिकायत की बातें हैं, ये सारी बातें सुनने के बाद भी, ഇവിടം വരെ എൻ്റെ കയ്യാൽ ഇത്രയും അത്ഭുതങ്ങളെല്ലാം ചെയ്ത് ഞാൻ നിനക്ക് എത്ര സഹായം ചെയ്തു. और मेरे हाथों से इतने बड़े बड़े चमत्कार मैंने किए, और मैंने कितनी सहायता मैंने तेरे लिए की है अब तक। ഈ വഴിയിലൂടെ ഇവരെ നടത്തിക്കൊണ്ടുവന്ന് मैंने इन सारे मार्गों में मैंने उन्हें चलाया है। ഈ വക്കത്തെത്തിയപ്പോഴത്തേക്ക് എന്നോട് പറയാ, അത് വേണം കണ്ടോ, നീ അങ്ങോട്ട് കിടക്കണ്ട. और यहाँ तक आने के बाद, एकदम करीब आने के बाद मुझसे कहा जा रहा है कि सिर्फ यहाँ से देख ले, पर उसके अंदर प्रवेश मत करना। അപ്പൊ ഇവരെക്കാളൊക്കെ ഞാൻ മോശമാണെന്നാണ് നീ പറയുന്നത്. तो तेरा कहने का क्या ये मतलब है कि मैं इन सभियों से भी बदतर हूँ? മോശയ്ക്ക് ഒരു ആർഗ്യുമെന്റും ഇല്ല. यहाँ पे मूसा कोई विवाद नहीं करता। മോശ വാസ് എ മാൻ entirely available for the will of God. मूसा एक ऐसा मनुष्य था जो परमेश्वर की इच्छा के लिए संपूर्ण रीति से हमेशा मौजूद रहता था। തൻ്റെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി സമ്പൂർണമായിട്ടും ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയായി അവൻ മാറി. परमेश्वर की इच्छा के अनुसार अपने आप को पूरी तरीके से समर्पित करने वाले एक व्यक्ति के रूप में वो बदल गया। वो ദൈവത്തിന്റെ ക്യാരക്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ परमेश्वर का जो चरित्र है, जब उसने उसे देख लिया उसके बाद, ഈ കൃപയും കരുണയും ദീർഘക്ഷമയുള്ള ദൈവത്തിനെ സേവിക്കാൻ എന്റേതായിരിക്കുന്ന ഒന്നും ദൈവത്തിന് വേണ്ട. ये जो दयालु, अनुग्रहकारी और धीरजवंत और करुणा में परमेश्वर की आराधना करने के लिए, उसकी सेवा करने के लिए मेरे अंदर जो कुछ भी है उसकी कोई जरूरत है ही नहीं। എന്നെയാ വേണ്ട എന്നൊരു തിരിച്ചറിവിലേക്ക് മോശ വന്നു. मेरी ही जरूरत नहीं है, ऐसे एक पहचान की ओर मूसा आया। അങ്ങനെ മോശയോട് പറഞ്ഞപ്പോൾ മോശ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. जब मूसा से ऐसा परमेश्वर ने कहा, तब मूसा ने उस चीज के लिए कोई उत्तर नहीं दिया। ഇവിടെ വച്ച് ഞാൻ മരിച്ചടക്കപ്പെടുന്നെങ്കിൽ, यदि मैं यहीं पे मरकर गाड़ा भी जाऊं, അതാണ് നിന്റെ ഹിതമെങ്കിൽ यदि यही तेरी इच्छा है, ഞാനിതാ സമർപ്പിക്കുന്നു तो उसके लिए मैं अपने आप को समर्पित करता हूँ, എന്ന് പറഞ്ഞു. ऐसे उसने कहा। നമ്മുടെ ജീവിതത്തിലും പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ, ऐसे ही हमारे जीवन में भी प्रिय भाइयों बहनों, परमेश्वर जिस तरीके से इच्छा रखता है, ദൈവത്തെ അറിയാനും वैसे ही परमेश्वर को जानने के लिए, ദൈവത്തിന്റെ കൂടെ നടക്കാനും, परमेश्वर के साथ चलने के लिए, ദൈവത്തെ പ്രസാദിപ്പിക്കാനും, परमेश्वर को प्रसन्न करने के लिए, എന്നിൽ നിന്നുള്ള സകല അംശത്തെയും നീക്കിക്കളയാനും मेरे अंदर के जितने भी भाग है उन सारी बातों को हटाने के लिए ആഗ്രഹിക്കുന്നെങ്കിൽ, यदि ऐसी एक इच्छा आपके अंदर है, ദൈവത്തിന്റെ ഹൃദയത്തിന് വലിയ സന്തോഷമായിരിക്കും. तो परमेश्वर के हृदय में बहुत खुशी होगी। ദൈവം അനേകമായിരം ജനങ്ങളെ സൃഷ്ടിച്ചെങ്കിലും परमेश्वर ने हजारों लोगों की सृष्टि की, रचना की, तो भी എല്ലാവരുടെ ഹൃദയവും കപടവും സൂത്രവും കൊണ്ടങ്ങ് നിറഞ്ഞിരിക്കുകയാണ്. सारे लोगों का जो मन जो है कपट और चालाकियों से भरा हुआ है। ഈവൻ ദൈവത്തെ പോലും കളിപ്പിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഒരു വ്യാജ ഭാവത്തിൽ കൂടെയാണ് നമ്മളെല്ലാം. परमेश्वर को भी बेवकूफ बनाने के लिए उत्सुक रहने वाले एक कपट स्वभाव की ओर हम सभी जा रहे हैं। രക്ഷിക്കപ്പെട്ട ഉടനെ ഒന്നും അതങ്ങ് മാറുകയില്ല. और जैसे ही उद्धार पाते हैं वैसे ही ये सब कुछ बदलता नहीं है। ഉടനെ അങ്ങ് മാറുകയില്ല. वो इतनी जल्दी नहीं बदलता, जाता नहीं है। वो ആരംഭിക്കുന്നേ ഉള്ളൂ. ആ ശുദ്ധീകരണത്തിന്റെ പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. उस शुद्ध करने की जो प्रक्रिया है उसकी शुरुआत ही होती है तब।
ദിനം പ്രതി നമ്മളെ തന്നെ കാണുകയും प्रतिदिन हम अपने आप को देखते हुए ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന അളവിൽ മാത്രമേ और जिस तरीके से हम अपने आप को समर्पित करते हैं उसकी मात्रा में ही ദൈവത്തിന് ഈ പണി പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചത്, उसी के अनुसार ही परमेश्वर अपने काम को अपने जीवन में पूरा कर पाते हैं। यही हमने भजन संहिता में पढ़ा। അവന്റെ കരവേലയെയും എന്ന് വെച്ചാൽ उसके हाथ के कामों को यानी कि ആ കരവേല എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളുടെ എണ്ണോ അതൊന്നും അല്ല കേട്ടോ. उसके हाथ के काम यानी कि ये जो तारे हैं उनकी गिनती नहीं है, സമുദ്രത്തിന്റെ വലിപ്പവും അതിന്റെ ആഴവും या तो फिर समुद्र की गहराई और उसका बड़प्पन कितना है वो सब कुछ नहीं है। അതൊക്കെ ഒരു വശത്തോടെ ഉണ്ട്. वो सारी बातें तो एक तरफ है ही, പക്ഷേ തന്റെ മക്കൾ അങ്ങനെയൊന്നും അറിയണമെന്നല്ല ആഗ്രഹം. അയൽവക്കത്തെ കൊച്ച് എന്റെ അപ്പൻ നല്ലവനാണെന്ന് അറിയുന്നതും എന്റെ വീട്ടിൽ ജനിച്ചു വന്ന എന്റെ കുഞ്ഞ് എന്നെ നല്ലവനെന്ന് അറിയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. मेरे बच्चे में जो इस तरीके से जाने ये नहीं चाहते हैं परमेश्वर। मेरा जो पड़ोसी का बच्चा है वो मुझे अच्छा है ये जाने, या तो और मेरा जो खुद के घर में पैदा हुआ जो बच्चा है वो मेरा जो पिता है वो बहुत अच्छा है ये जाने। इन दोनों के बीच में बहुत बड़ा फर्क है। അവരൊരു പക്ഷേ ആശുപത്രിയിലെങ്ങാനും പോകാൻ നേരത്തെ എന്റെ വണ്ടിയിൽ അവനെ കൊണ്ടുപോയി കാണും. हो सकता है कि जब वो अस्पताल में जा रहा होगा तब मैंने उसे अपने गाड़ी में ले गया होऊंगा। അപ്പുറത്തെ വീട്ടിലെ ആ കൊച്ചിനെ കൊണ്ടുപോയി കാണും. हो सकता है उसे मैं जो पड़ोसी का बच्चा है उसको मैं ले गया होऊंगा, അല്ലെങ്കിൽ ചിലപ്പം പല ധനസഹായം ആവശ്യമുള്ളപ്പോൾ കൊടുത്തു കാണും. या तो फिर जब कोई पैसे की उसे जरूरत थी तब मैंने उसको दी होगी, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ആശുപത്രിയിൽ പോയി ചിലപ്പോൾ രാത്രി മുഴുവൻ അവിടെ ഇരുന്നിരിക്കും. या तो फिर एक दिन मैं अस्पताल में जाकर रात भर उसके साथ रह लिया हो, ऐसा भी होगा। കാഷ്വാലിറ്റിയിൽ അങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ആയിരിക്കും. ऐसे छोटी छोटी कोई घटनाएं हो सकती हैं। പക്ഷെ ഒരു മകൻ വീട്ടിലിരുന്ന് അപ്പനെയോ അമ്മയോ അറിയുക എന്ന് പറയുന്ന വചനത്തിൽ परंतु एक बेटा जो है घर में रहते हुए अपने माता पिता को पहचान लिया इस शब्द में, അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊടുത്ത കുറച്ച് പൈസയുടെ കാര്യമോ പനി വന്നപ്പം ഇരുന്നോ അല്ല, അതിനപ്പുറത്തേക്കുള്ള വലിയ 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 കാര്യങ്ങളുണ്ട്. वो कभी कभी जब उसको जरूरत थी तो दिया हुआ पैसा नहीं, या तो फिर उसको जब बुखार आया था तो उसके साथ अस्पताल में मैं रुक गया था, ये नहीं, परंतु उससे भी परे बहुत बड़ी बड़ी बातें हैं। അതിനോട് പ്രതികരിക്കുന്ന ഒരു മകനോ മകളോ ഉണ്ടെങ്കിൽ यदि उसके प्रति प्रत्युत्तर देने वाला कोई बेटा या बेटी हो, അപ്പന്റെ ഹൃദയത്തിൽ എന്നെ കുറിച്ചുള്ള താല്പര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് मेरे पिता के मन में मेरे लिए क्या योजना इच्छा है ये जानकर, അതിനോട് പ്രതികരിക്കുകയും ചെയ്യും. तो उसके अनुसार वो प्रत्युत्तर भी देगा। അപ്പോ അതുകൊണ്ടാണ് പറഞ്ഞത് തന്റെ കരവേലയെ വിവേചിക്കണം. इसलिए कहा गया है कि उसके हाथ के कामों को परखना है। അങ്ങനെ വിവേചിച്ചില്ലെങ്കിൽ यदि ऐसा परखा नहीं गया, ദൈവിക ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ परमेश्वर के उद्देश्यों के संबंध में എന്നെ പണിയാൻ കഴിയാതെ വണ്ണം ദൈവം എന്നെ മാറ്റിവെക്കും. मुझे ना बांधते हुए, मेरा निर्माण ना करते हुए परमेश्वर मुझे अलग से रख देंगे। ഒരു ഇഷ്ടിക ഒട്ടും ചിലപ്പോൾ കാണാമല്ലേ, കല്ലുവെട്ടുകാർ കല്ല് അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ട് आपने कई बार देखा होगा कभी कि जो पत्थरों को तोड़ते हैं वो लोग पत्थर को इस तरफ से उस तरफ से तोड़ने की कोशिश करते हैं। ഒരടി അടിച്ചു ഒരു ഭാഗം പൊട്ടുന്നില്ല, ഇപ്പുറത്തൊന്നും അടിച്ചു നോക്കി അതും പൊട്ടുന്നില്ല. एक भाग से उसे तोड़ने की कोशिश की गई, वो टूट नहीं रहा है, तो दूसरी तरफ से भी उसको तोड़ने की कोशिश की जा रही है तो भी नहीं टूट रहा। ഇങ്ങനെ നോക്കി അതും പൊട്ടുന്നില്ല, എന്നാ പോട്ടെ ഇങ്ങനെയും കൊള്ളിക്കാമെന്ന് നോക്കിയപ്പോൾ അതും കൊള്ളുന്നില്ല. या तो फिर इस तरीके से तोड़ के देखा तो वो भी नहीं हो रहा, या उस तरीके से करके देखे तोड़ पाए क्या नहीं, तो वैसे भी नहीं टूट रहा। അവസാനം എടുത്താൽ മൂലയിലേക്ക് അങ്ങ് ഇടും. आखिर क्या करेंगे कि उसे उठाकर एक कोने में वहां पे रख देंगे। പറമ്പിൽ നമുക്കറിയാമല്ലോ, പണിത് തീർന്ന വീട്ടിന്റെ ഒക്കെ സൈഡിലൊക്കെ ചില കല്ലുകളൊക്കെ അവിടെ കിടക്കുന്നത് കാണും. हम देखते हैं घर के बाहर आंगन में कोने में कुछ कुछ पत्थरों को ऐसे ही रखा हुआ रहता है, പിന്നെ അതെടുത്ത് കളയുക. बाद में उसे लेकर फेंक देते हैं। ആ കല്ലിന് കാരണം ഇതാ. उस पत्थर का कारण ये है, അപ്പൊ കരവേലയെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഉളിയുടെ മൂവ്മെന്റ്, परमेश्वर जिस तरीके से काम करना चाहते हैं, परमेश्वर के औजार की जो प्रक्रिया है, അടിച്ചത് എന്തിനാന്ന് ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അവരെ അടിച്ചു, പക്ഷെ അവരെങ്കിലേക്ക് തിരിഞ്ഞില്ല. क्यों मारा गया है, इजराइल जन के बारे में कहा गया है कि मैंने उन्हें मारा पर वो मेरी तरफ मुड़े नहीं। അതുപോലെ ഒരു 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 വിവേചിക്കുന്ന, കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും ഗ്രഹിക്കുന്ന ഹൃദയവും वैसे ही परखने वाला, देखने वाला आंख, सुनने वाले कान और परखने वाला हृदय जो है, കർത്താവെ തരണമേ, അത് നമ്മൾ നിലവിളിച്ചുകൊണ്ടിരിക്കണം.
प्रभु मुझे दीजिए, ऐसे हमें हमेशा पुकारते रहना है। അങ്ങനെയെങ്കിൽ മാത്രമേ ഈ തലമുറയിലുള്ള ദൈവിക ഉദ്ദേശത്തെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുള്ളൂ. यदि ऐसा किया गया तो ही इस पीढ़ी में परमेश्वर की योजना को हम पूरा कर पाएंगे। ഓക്കെ, ഞാൻ ഇനി ഒരു എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വരട്ടെ. अब मैं एफिसियों की पत्री की ओर आता हूँ। അങ്ങോട്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാം. इतना बोलकर मैं अपने बात को समाप्त करता हूँ। എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. मुझे बहुत ही मेरा बहुत ही पसंदीदा एक पत्री है एफिसियों की पत्री। കാരണം ദൈവത്തിൻ്റെ പ്ലാനുകളുടെയും പദ്ധതികളുടെയും കുറെ വ്യക്തതയാർന്ന അനാവരണം അതിൽ നമുക്ക് കാണാൻ കഴിയും. क्योंकि परमेश्वर की योजना और उद्देश्यों का एक स्पष्ट वर्णन जो है इस पत्री में हम देख पाते हैं। അതെൻ്റെ ഹൃദയത്തെ പലപ്പോഴും വെല്ലുവിളിച്ചിട്ടുണ്ട്, इसने मेरे हृदय को बहुत बार चुनौती दी है, ഇപ്പോഴും വെല്ലുവിളിക്കുന്നുണ്ട്. अभी भी चुनौती देता है। അതിലെ ഒരു വാക്യം, കാരണം ഇത് എല്ലാം പറഞ്ഞു തീർക്കാൻ പ്രയാസമുണ്ട്, उसमें से एक जो वचन जो है वो मैं पढ़ता हूँ, क्योंकि सब कुछ बोल के खत्म करना नहीं होगा मुझसे। എങ്കിലും അതിലെ ഒരു വാക്യം നിങ്ങൾ എന്നോടൊപ്പം ചേരണം കേട്ടോ, അല്ലെങ്കിൽ അതൊന്ന് ഞാൻ ഒന്നാമത്തെ ആദ്യം വരെ വായിക്കുക. उसमें से एक वचन पहला अध्याय का पहले से मैं लेकर मैं पढ़ता हूँ, आप सभी मेरे साथ बने रहिए। ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസസിലുള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക്, അതായത് ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണ്, पौलुस की ओर से जो परमेश्वर की इच्छा से यीशु मसीह का प्रेरित है, उन पवित्र और मसीह यीशु में विश्वासी लोगों के नाम जो इफिसुस में है, यहाँ पे जो सच में जो उद्धार पाए हुए विश्वासी हैं उनके उनके लिए है ये। വിശുദ്ധന്മാരും വിശ്വാസികളുമായി കഴിയുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുചരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. हमारे पिता परमेश्वर और प्रभु यीशु मसीह की ओर से तुम्हें अनुग्रह और शांति मिलती रहे। हमारे प्रभु यीशु मसीह के परमेश्वर और पिता का धन्यवाद हो कि उसने हमें मसीह में स्वर्गीय स्थानों में सब प्रकार की आशीष दी है। സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും, यहाँ पे कहा गया है स्वर्गीय स्थानों के सब प्रकार की आशीष दी है। അതൊന്ന് വെക്കണേ. നമ്മൾ പലപ്പോഴും ഭൗതിക അനുഗ്രഹങ്ങളിലേക്കാണ് ചിന്ത പോകുന്നത്. हमारी जो विचारें हैं हमेशा जो बाहर की जितनी भी आशीष हैं उसकी तरफ ही जाती അത് हैं। കഴിഞ്ഞിട്ട് നാം തന്റെ സന്നിധിയിൽ നിഷ്കളനും വിശുദ്ധരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും जैसे उसने हमें जगत की उत्पत्ति से पहले उसमें चुन लिया कि हम उसके निकट प्रेम में पवित्र और निर्दोष हों। തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവന്റെ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നു. और अपनी इच्छा की सुमति के अनुसार हमें अपने लिए पहले से ठहराया कि यीशु मसीह के द्वारा हम उसके लेपालक पुत्र हों, कि उसके उस अनुग्रह की महिमा की स्तुति हो जिसे उसने हमें उस प्यार में सेंत में दिया। എന്തിനു വേണ്ടിയിട്ടാണ് നമ്മെ മുൻനിയമിച്ചിരിക്കുന്നത്? हमें पहले से ठहराया हुआ क्यों है? തന്റെ കൃപയുടെ മഹത്വത്തിനായിട്ട്, परमेश्वर की जो अनुग्रह है उसकी महिमा के लिए, അല്ലെങ്കിൽ തന്റെ ക്രിസ്തുയേശുവിലൂടെ നമുക്ക് നൽകപ്പെട്ട സകല സാധ്യതകളുടെയും പുകഴ്ചയ്ക്കായിട്ട്. प्रभु यीशु मसीह के द्वारा हमें जितने भी उपलब्धियां दी है उसके महिमा के लिए, उसकी बड़ाई के लिए। സകല സാധ്യതകളും നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തിയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായി തീരാനായിട്ട് വിളിച്ചിരിക്കുന്നു. हमारे जीवन में जितनी भी उपलब्धियां दी है वो सब कुछ इस्तेमाल करते हुए परमेश्वर के लिए उपयोग में लाने के लिए और उसकी महिमा करने के लिए हमें बुलाया गया है। അവനിൽ നമുക്ക് രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. 8-ാം വാക്യം. और हमको उसमें उसके लहू के द्वारा छुटकारा है। 8वां वचन। ഇത് അവൻ നമുക്ക് ധാരാളമായി കാണിച്ച കൃപാദാനപ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. 8वां वचन, जिसे उसने सारे ज्ञान और समझ सहित हम पर बहुतायत से किया। ഇവിടെ കൃപയ്ക്ക് വേറൊരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുകയാണ്. यहाँ पे अनुग्रह के लिए दूसरी एक परिभाषा दी गई है। കൃപ അർഹിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു വലിയ ദാനം എന്ന അർത്ഥത്തിലാണ് നമ്മൾ മൊത്തത്തിൽ കേട്ടിട്ടുള്ളത്. पूरी तरीके से हमने ये सुना है कि अनुग्रह जो है हम
हम हमारी योग्यता से परे मिलने वाली एक बात समझते हैं हम उसे। പിന്നെ കേട്ടിട്ടുള്ള ഒരു നിർവചനം തക്ക സമയത്ത് കൃപ ലഭിക്കുക, അതായത് നമുക്ക് ശക്തി തരുന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. या तो फिर हमने ऐसा एक वचन सुना है कि एकदम जो उचित समय होता है तभी परमेश्वर की जो अनुग्रह है हमें प्राप्त होती है, उसे परमेश्वर के सामर्थ्य के अनुसार हमने सुना है। കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്, കൂടെ ഇരിക്കട്ടെ. यहाँ पे जितने भी उद्धार पाए हुए लोग हैं उनको बोला गया है कि प्रभु यीशु मसीह का जो अनुग्रह है वो तुम्हारे साथ बने रहे। ഇവിടെ പറയുകയാണ്, നിങ്ങൾക്ക് ഈ കൃപ ഇപ്പൊ എഫെസ്യരിലുള്ള വിശ്വാസികളോട് പറയാ, നിങ്ങൾക്ക് ഈ കൃപ ഇപ്പം സകല ജ്ഞാനവും വിവേകവുമായി നൽകപ്പെട്ടിരിക്കുന്നു. यहाँ पे एफेसियों की जो विश्वासी हैं उनको कहा जा रहा है कि ये जो अनुग्रह है वो तुम्हें सारे ज्ञान और समझ सहित मिला है। ലിവിംഗ് ബൈബിൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്, जो लिविंग बाइबल है उसकी अनुवाद इस तरीके से है, ദൈവത്തിന്റെ നിങ്ങളെ വിളിച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശത്തെ തിരിച്ചറിയാൻ തക്കവണ്ണം परमेश्वर ने तुम्हें जिस काम के लिए बुलाया है उसके उद्देश्य को पहचानने के लिए ഉള്ള ഉൾക്കാഴ്ചയും വിവേകവും അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ട് നൽകിയിരിക്കുന്നു. वो तुम्हारे अंदर एक अंदरूनी एक समझ, ज्ञान और एक दर्शन के अनुसार तुम्हें वो दिया गया है। നമ്മൾ ആ രീതിയിൽ കൃപയെ ദർശിച്ചിട്ടുണ്ടോ? क्या हमने अनुग्रह को इस तरीके से देखा है? ആ രീതിയിലുള്ള കൃപ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ? क्या उस तरीके का अनुग्रह का अनुभव क्या अपने जीवन में हम करते हैं? അതോ ഞാൻ ഇന്ന് ഒരു കാര്യം നടക്കണമായിരുന്നു, അപ്പോൾ ഓഫീസിൽ ചെന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എൻ്റെ മാനേജർ എന്നെ അങ്ങ് വിളിച്ചു. എന്താന്ന് ചോദിച്ചാൽ കാര്യം പറഞ്ഞത് വന്നു, ഇന്ന് ദൈവത്തിന്റെ കൃപ വളരെ എന്നോട് ഉണ്ടായിരുന്നു. അങ്ങനെയാണോ നമ്മൾ പറയുന്നത്? या तो फिर हम ऐसे कहते हैं क्या मैंने सोचा था कि आज दफ्तर में जाते ही मेरा ये काम होना चाहिए और जैसे ही मैं गया वैसे ही मेरे मैनेजर ने मुझे बुलाया और वो उसने बात की और मेरा काम हो गया, तो मैंने ये कह दिया कि हाँ परमेश्वर का अनुग्रह आज मेरे साथ रहा है। क्या इसे परमेश्वर के अनुग्रह को हम इस तरीके से ही समझते हैं? അത് ദൈവത്തിന്റെ കൃപ തന്നെ അല്ലാന്ന് ഞാൻ പറയുന്നില്ല. वो तो परमेश्वर की अनुग्रह ही है, नहीं है कर मैं नहीं बोलता। പക്ഷേ ദൈവിക ഉദ്ദേശങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ചെരിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ परमेश्वर के उद्देश्य के अनुसार यानी कि परमेश्वर के हृदय में परमेश्वर ने जो संजय कर रखा है, ആലോലിച്ച് ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു തരാൻ തക്കവണ്ണം ദൈവത്തെ പ്രേരിപ്പിച്ച ദൈവത്തിന്റെ ഉദ്ദേശത്തോടുള്ള ബന്ധത്തിൽ परमेश्वर ने जो अपने मन में बहुत बड़ी इच्छा रखी है वो पूरा होने के लिए उसने अपने एकलौते पुत्र को इस धरती के लिए दे दिया। उस उद्देश्य के संबंध में, ആ നിർണയങ്ങളോടുള്ള ബന്ധത്തിൽ उस योजनाओं के उन उन चुनावों के संबंध में അത് ഗ്രഹിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ടോ? क्या उसे ग्रहण कर पाने योग्य अनुग्रह क्या मुझे प्राप्त हुआ है? അത് സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. वो सारे ज्ञान और समझ सहित दिया गया है। എന്ന് വെച്ചാൽ അത് എന്നാന്ന് ഗ്രഹിക്കാനുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് തന്നെ. നമ്മൾ സാർ इसका मतलब ये है कि वो क्या है ये पहचानने की एक समझदारी मुझे दी गई है। അവനൊരു ബോധവും ഇല്ല എന്ന് പറയും. हम कई बार कहते हैं कि उसे तो कोई होश ही नहीं है। എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം അവന് തിരിച്ചറിവില്ല. इसका मतलब क्या हुआ कि वो उसमें कोई समझदारी है नहीं, वो पहचान नहीं पाता है किसी चीज को। കാര്യങ്ങളോട് വന്നപ്പോൾ ഒരു തിരിച്ചറിവില്ല. എന്തിനാണ് വില കൊടുക്കേണ്ടത്, എന്തിനാണ് വില കുറച്ച് കാണേണ്ടത്, എന്തിനെയാണ് ദൈവം പ്രയോറിറ്റി കൊടുക്കുന്നത്, മുൻഗണന കൊടുക്കുന്നത്, ഇങ്ങനെ കാര്യങ്ങളൊന്നും എനിക്ക് ജീവിതത്തിൽ തിരിച്ചറിയാൻ പറ്റുന്നില്ല. जब कोई भी काम की बात आती है तो वहाँ पे किस चीज को ज्यादा मूल्य देना है, किस चीज को मूल्य नहीं देना है, परमेश्वर कौन सी चीजों को ज्यादा मुख्य स्थान देते हैं, ये सारी बातें जब काम क्रिया की बात आती है तो मुझे समझ नहीं आती, मुझे उसकी समझदारी नहीं है। പക്ഷെ ഇവിടെ പറഞ്ഞതോ, എഫെസിലെ വിശ്വാസികളെ നിങ്ങൾ വളരെ മുൻപന്തിയിലായിരിക്കുന്നു, നിങ്ങൾ വളരെ വളരെ ദൈവത്തിൻ്റെ വഴികളിൽ മുന്നോട്ട് പോകുന്നവരാണ്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. കാരണം നിങ്ങളുടെ മേലുള്ള ദൈവകൃപ ദൈവിക ഉദ്ദേശങ്ങളുടെ കലവറകളെ വെളിപ്പെടുത്തുന്നതും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും അതിനായിട്ട് തന്നെ താഴ്ത്തി കൊടുക്കുവാൻ തക്കവണ്ണം ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായിരിക്കുന്ന ഒന്നായി തീർന്നിരിക്കുന്നു. परंतु तुम जो इफिसियों की विश्वासी हो, मैं तुमसे बहुत ही खुश हूँ, प्रसन्न हूँ, क्योंकि तुम्हारे अंदर ऐसी परमेश्वर की अनुग्रह तुम्हें मिली है कि परमेश्वर के जितने भी उद्देश्य है उसे समझ पाने की अनुग्रह तुम्हें मिली है और उसकी जो अंदरूनी जो भेद है वो समझ पाते हैं, उसके लिए अपने आप को समर्पित कर पाते हो। ऐसा एक समझदारी और ज्ञान परमेश्वर के अनुग्रह तुम पर प्रकट हुआ है। എന്നിട്ട് ആ കൃപയെക്കുറിച്ച് പറയുകയാണ്,
और फिर उस अनुग्रह के बारे में कहा जा रहा है, സകല ജ്ഞാനവും വിവേകവുമായി തന്നു. അതിൽ അവനിൽ താൻ മുൻ നിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിൻ്റെ മർമ്മം നമ്മോട് അറിയിച്ചു. और ज्ञान और समझ सहित तुमको दिया गया है कि उसने अपनी इच्छा का भेद उस सुमति के अनुसार हमें बताया, जिसे उसने अपने आप में ठान लिया था। ഇവിടെ പറയുന്നുണ്ട് മർമ്മം എന്നുള്ളൊരു വാക്കാ പറഞ്ഞത്. यहाँ पे भेद एक शब्द दिया गया है। അപ്പൊ എന്താ മർമ്മം എന്നുള്ള വാക്കിന്റെ അർത്ഥം? भेद जो शब्द है उसका अर्थ ये है, മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു കാര്യം. समझने के लिए अ, समझने के लिए बहुत ही मुश्किल एक चीज है वो। തിരിച്ചറിയാൻ വിഷമമുള്ളൊരു കാര്യം. उसे समझना, पहचानना बहुत ही एक मुश्किल बात है। ആരെങ്കിലും സഹായിച്ചെങ്കിൽ മാത്രമേ എനിക്ക് അറിയാൻ അത് മനസ്സിലാവുള്ളൂ. यदि किसी ने मेरी सहायता की तो ही मैं उसे समझ पाऊंगा। ഒരു മൂടുപടം അതൊരു മൂടി വെച്ചിരിക്കുക. उसे ढापा गया है, उस पे पर्दा डाला गया है। അതെല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. അതൊരു രഹസ്യം. वो सभियों को नहीं प्राप्त होगा क्योंकि वो एक रहस्य है, भेद है। ആ രഹസ്യം തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് മറ നീക്കി കാണിച്ചു തന്നെങ്കിൽ അത് കാണത്തുള്ളൂ. पर वो जो भेद है वो तुम देख पाए हो। यदि पवित्र आत्मा ने उस पर्दे को हटाया तो ही वो प्रकट होता है, तो ही वो दिखता है। ആ മർമ്മം അത് അറിയിച്ചു. അത് പിന്നെയും ഭൂമിയിൽ ഉള്ള സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർത്ത് കാലസമ്പൂർണതയിൽ ഉണ്ടായിരുന്ന ഒരു വ്യവസ്ഥ, ദൈവത്തിന്റെ ഒരു എക്കണോമി ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട്. और उस भेद के और इच्छा के भेद उस सुमति के अनुसार हमें बताया जिसे उसने अपने आप में ठान लिया था कि समयों के पूरे होने का ऐसा प्रबंध हो कि जो कुछ स्वर्ग में है और जो कुछ पृथ्वी पर है, सब कुछ वह मसीह में एकत्र करे। और परमेश्वर स्वर्ग में एक प्रबंध है। അത് പൂർത്തിയാക്കാനായിട്ടാണ് അതിനെക്കുറിച്ചുള്ള ജ്ഞാനവും വിവേകവും ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. वो जो प्रबंध है उसे पूरा करने की जो ज्ञान और समझ जो है वो तुम्हें दी गई है अब। എന്നിട്ട് പറഞ്ഞു തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും നിവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടത് മുൻകൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി തീരേണ്ടതിന് തന്നെ. और बाद में कहा गया है उसी में, जिसमें हम भी उसी की मनसा से जो अपनी इच्छा के मत के अनुसार सब कुछ करता है, पहले से ठहराए जाकर मिरास बने, कि हम जिन्होंने पहले से मसीह पर आशा रखी थी उसकी महिमा की स्तुति के कारण हो। ഞാൻ ഇവിടെ വച്ച് അതിലേക്ക് കടക്കുന്നില്ല. मैं उस तरफ नहीं जाऊंगा। അപ്പൊ ഈ ഒരല്പം ഇത് എന്താണ് ഈ മർമ്മം? ഈ മർമ്മം अब ये भेद क्या है? യേശുക്രിസ്തുവിന്റെ ശരീരമായിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തന്നിൽ ചേർത്ത് ये जो भेद ये है कि प्रभु यीशु मसीह के शरीर बनाकर दोनों तरफ के जो झुंड है उसे प्रभु यीशु मसीह के शरीर में एकत्रित करके, അതിന്റെ 21 വാക്യം കൂടെ ഒന്ന് വായിക്കാം. ഒന്നിന്റെ हम उसके पहले अध्याय के 21वें वचन भी पढ़ के देखेंगे। 21. पहला अध्याय का 21वां वचन। ആ, യാ യേശുക്രിസ്തുവിനെ അതിന് പൗലോസ് എന്നിട്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. ഇത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ പുരോഗതിയുള്ള വളർച്ചയുള്ള ഒരു സഭയോട് പറയുകയാണ്, यहाँ पे पौलुस जो है उनके लिए प्रार्थना करने के लिए कहते हैं। इतने आगे बढ़ने वाले, उन्नति करने वाले इस कलीसिया को पौलुस यहाँ पे कह रहे हैं। 17-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തില് പിതാവ് നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ദൈവ പരിജ്ഞാനത്തിൽ അല്ലെങ്കിൽ വേദ പരിജ്ഞാനത്തിൽ നിങ്ങൾക്ക് വെളിപ്പാടിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ആത്മാവിനെ തന്ന് ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ച് നിങ്ങളുടെ വിളിയാനുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആശ തിരിച്ചറിഞ്ഞ് വിശുദ്ധന്മാരിലുള്ള അവൻ്റെ മഹിമാധനം അങ്ങനെ പോകുന്നത് വഴി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്പത്തിൻ്റെ ആഴം कि 17 वचन कि हमारे प्रभु यीशु मसीह का परमेश्वर जो महिमा का पिता है तुम्हें अपनी पहचान में ज्ञान और प्रकाश का आत्मा दे, और तुम्हारे मन की आंखें ज्योतिर्मय हो कि तुम जान लो कि उसके बुलाने से कैसी आशा होती है और पवित्र लोगों में उसकी मिरास की महिमा का धन कैसा है। यानी कि जैसे ही इसमें तुम आगे बढ़ जाते हो उसमें
आगे बढ़ने के बाद तुम्हें किस तरीके का धन प्राप्त होगा അതിൻ്റെ മഹത്വം, और उसकी महिमा, അതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് उसकी पहचान, ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ये सारी बातें तुम्हें मिले ऐसी आशा मुझे है। എന്നിട്ട് പറഞ്ഞു, और उसके बाद उसने कहा ക്രിസ്തുവിലാണ് ഇത് സകലവുമായിരിക്കുന്നത്. प्रभु यीशु मसीह में ही ये सब कुछ है। അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ സകലവും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായിരിക്കുന്ന സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു. इसलिए प्रभु यीशु मसीह में संपूर्ण होने वाले उसकी कलीसिया को ये सारी चीजें दी गई हैं। അപ്പോ നമ്മൾ വിചാരിക്കുന്ന രണ്ടർത്ഥത്തിലുണ്ട് സഭ. സഭ എന്ന് പറയുന്ന ഒരു കൂട്ടം. तो हम कलीसिया को दो तरीके से देखते हैं। कलीसिया को एक झुंड के अनुसार देखते हैं। ആ വേർഡിന്റെ അക്ഷരീയാർത്ഥം രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ ക്രിസ്തു തലയും മറ്റ് അവയവങ്ങളെല്ലാം മറ്റ് വിശ്വാസികളൊക്കെയും അവയവങ്ങളായി ചേർന്ന്, या तो फिर प्रभु यीशु मसीह जो है, प्रभु यीशु मसीह की दुल्हन है कलीसिया, यानी कि प्रभु यीशु मसीह सिर है और बाकी जितने भी विश्वासी हैं उसके शरीर के अंग बनकर തലയോട് ഏകീഭവിച്ച് ദൈവത്തിനുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠതയിൽ വളരുകയും उस सिर की जितनी भी उद्देश्य है उसमें एकत्रित होके उसकी महिमा में उसमें एकत्रित होके बढ़ता जाए, उन्नति पाए। തലയുടെ ആഗ്രഹത്തിന് സമ്പൂർണമായി കീഴ്പ്പെടുകയും उस सिर की जितनी भी इच्छाएं हैं उसके लिए अपने आप को संपूर्ण रीति से समर्पित करते हुए ചെയ്യുന്ന ഒരവസ്ഥ. वैसे रहने वाली एक दशा। ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ സാറിന് പറയാറുണ്ട്. मैं एक उदाहरण सामान्य रूप से कहता हूँ। നമ്മളൊരു ഇപ്പൊ എന്നെ ഇവിടെ വെട്ടിമുറിച്ച് കയ്യും കാലും ഒക്കെ ആയിട്ട് മാറ്റി വെച്ചിരിക്കാന്ന് വിചാരിച്ചു. ऐसे आप कल्पना सोच के देखिए कि मुझे यहाँ पे काट कर मेरा हाथ पैर सब कुछ जो है अलग अलग रखा हुआ है। അപ്പം നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സഭാഷൻ വേറെ ആരോടും വന്ന് ചോദിക്കുക ജൈവനോടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ജൈവനില്ല, ജൈവന്റെ കയ്യും കാലും മൂക്കും എല്ലാം ഇവിടെ ഉണ്ടെന്ന് പറയും. यदि कोई आकर कोई विश्वासी आकर यहाँ पूछे, या तो फिर जो प्राचीन है वो आकर पूछे कि क्या जैमोन यहाँ पे है, तो हम कहेंगे कि नहीं, जैमोन तो यहाँ पे नहीं है, परंतु उसके हाथ पैर नाक सब कुछ यहाँ पे काट के अलग अलग रखा हुआ है। പിന്നെ ജൈവൻ എവിടെ പോയി? फिर जैमोन कहाँ चला गया? എവിടെയാ? कहाँ है वो? അപ്പോൾ എടുത്ത് നിങ്ങൾ ചോദിക്കാന്ന് വിചാരിക്കും. फिर से आप सवाल करते, सोच लीजिए। കണ്ണിവിടെ ഉണ്ടോ? ഉണ്ട്. क्या आँख यहाँ पे है? नाक यहाँ पे है? മൂക്കുണ്ടോ? മൂക്കുണ്ട്. ചെവിയോ? അതുകൊണ്ട്. കാലോ? क्या कान यहाँ पे? हाँ वो भी है। क्या पैर यहाँ पे है? हाँ वो भी है। കാലുണ്ട്. ഹൃദയമുണ്ട്. क्या हृदय यहाँ पे है? हाँ वो भी है। എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾ എന്താ ഈ പറയണേ? ഇവിടെ ജൈവൻ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ ഈ പറ? फिर आप ये क्या कह रहे हो कि यहाँ पे जैमोन नहीं है? ऐसा क्यों कह रहे हो आप लोग? ഇല്ല സഹോദര, അത് അങ്ങനെയാ. അത് नहीं है भाई, वो ऐसा ही है। അപ്പൊ പിന്നെ എന്താ? അത് പറഞ്ഞ ശരി തന്നെയാ അല്ലേ? वो जो उन्होंने कहा है वो सही है ना? ആണ്. അപ്പൊ ഞാൻ എപ്പോഴാ വെളിപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, मैं कब प्रकट होता हूँ? എന്റെ കയ്യും കണ്ണും മൂക്കും കാലും ഒക്കെ അതിൻ്റെതായ സ്ഥാനത്ത് വന്നു കഴിഞ്ഞ് मेरे हाथ पैर नाक आँख सब कुछ कान जो है सब कुछ सब एक साथ जो उसके स्थान पर आ जाते हैं, एकत्रित होते हैं। ഞാനൊരു എക്സ്പ്രഷൻ കൊടുക്കുമ്പോഴാണ് ഞാൻ വെളിപ്പാകുന്നത്. जब मैं एक साथ होकर मैं वहाँ पे प्रकट होता हूँ, तभी मैं दिखता हूँ। ഞാൻ വെളിവാകുന്നത് मैं तभी प्रकट होता हूँ। വിശ്വാസികളെ കൂട്ടിവരുത്തിയ ശേഷം विश्वासियों को इकट्ठा करने के बाद ദൈവം ഓരോരുത്തരും അവയവങ്ങൾക്കും അതിൻ്റെതായിരിക്കുന്ന സ്ഥാനവും परमेश्वर ने हर एक अंगों को उनके अनुसार एक स्थान दिया है। അതിന്റെ ഓപ്പറേഷണൽ ലിമിറ്റും वो उनको किस तरीके से काम करनी है उसकी सीमा भी दी है। ഇപ്പൊ കാലിലെ വിരലില് കൈയുടെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ശരിയാവോ? यदि पैर की जो उंगलियां हैं वो हाथ में आकर बैठे तो क्या वो ठीक होगा? ശരിയാവത്തില്ല. वो ठीक नहीं होगा। അപ്പം കാലിലെ വിരൽ പറയാ, എന്നെ അങ്ങനെ അവിടെ ആക്കാൻ വേണ്ടി വിളിക്കണ്ട, കാരണം എപ്പോഴും ഈ മണ്ണുമായിട്ട് ഞാൻ ഇങ്ങനെ മുട്ടി നടക്കണം. तो फिर पैर की जो उंगलियां हैं वो कहेंगे कि मुझे वहां पे रखने के लिए मुझे बुलाओ मत, क्योंकि मुझे बार बार मिट्टी में अपने आप को लिपट कर चलना पड़ेगा, तो मुझे वो नहीं करना है, അതെനിക്ക് ഇഷ്ടമില്ല. मुझे वो पसंद नहीं है। പക്ഷേ അത് പിതാവിന്റെ ഇഷ്ടം അതാണെങ്കിൽ, यदि परमेश्वर की इच्छा वही है, तो അത് ചെയ്യാൻ തയ്യാറായിരിക്കുന്ന വേറെ ഒരു അവയവത്തെ ആ ഒരു വിരൽ അവിടെ കൊണ്ട് വെച്ച്, यदि तो ऐसा है तो वो करने के लिए तैयार रहने वाले दूसरी एक उंगली को वहां पे ले जाकर रखेंगे। ജയ്മാൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഈ പ്രദേശത്ത് വെളിപ്പെടുത്തും. तो फिर जैमोन नाम के इस व्यक्ति को इस देश में इस जगह प्रकट करेंगे। ഇപ്പൊ ദൈവത്തിന്റെ ഉദ്ദേശം ഈ ഭൂമിയിൽ परमेश्वर की योजना जो इस पृथ्वी में തന്റെ ഹിതത്തിന്റെ പൂർണ്ണത മുഴുവനും തന്റെ നിറവ് മുഴുവനും തന്റെ സഭയിൽ. അതുകൊണ്ട് സഭ ഇന്ന് യേശുക്രിസ്തു ഇവിടെ ഇല്ല.
परमेश्वर की इच्छा की संपूर्णता जो है वो इस कलीसिया में है। आज प्रभु यीशु मसीह यहाँ नहीं है, അവൻ ഉയർന്നേറ്റ് പോയി. അവന് പകരമായിട്ട് നിൽക്കുന്ന അവന്റെ സഭ. वो जी उठकर चला गया, परंतु उसके बदले यहाँ पे जो कलीसिया खड़ी है ഈ മർമ്മങ്ങളുടെ കലവറയായി തീരണം, ഈ രഹസ്യങ്ങളുടെ കലവറയായി തീരണം. वो इस सारे भेदों का एक खजाना बनना है। കൂടി വരുന്ന വിശ്വാസികള് और यहाँ पे जितने भी विश्वासी इकट्ठे होते हैं അതിൻ്റെതായിരിക്കുന്ന ദൈവീകമായിരിക്കുന്ന ആ ഒരു 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 ജ്ഞാനത്തിന് കീഴ്പ്പെട്ട്, ദൈവത്തിന്റെ പണിക്ക് കീഴ്പ്പെട്ട് वो सारे लोग परमेश्वर की जो बुद्धि है, योजना है, ज्ञान है, उसके लिए अपने आप को अधीन करके परमेश्वर की जो भी काम है उसके लिए अपने आप को सौंप कर തങ്ങളുടെ ജീവിതത്തെ വിവേചിച്ചേൽപ്പിച്ചു കൊടുത്ത് अपने सारे जीवन को परख कर परमेश्वर के हाथों में सौंप कर ദൈവത്തിന്റെ ഒരു എക്സ്പ്രഷൻ ആയിട്ട് തീരാൻ, परमेश्वर के लिए परमेश्वर को प्रकट करने वाले बने, ദൈവത്തിനൊരു വെളിപ്പെടാനായിട്ട്, ദൈവം നമ്മളിലൂടെ വെളിപ്പെടാനായിട്ട്, परमेश्वर हमारे द्वारा प्रकट होने के लिए, അതിനു വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. वही परमेश्वर हमारे बारे में इच्छा रखते हैं। അതുകൊണ്ട് പ്രിയ സഹോദരീസഹോദരന്മാരെ, നമ്മുടെ ദൈവം നമ്മളെ എല്ലാവരെയും വിളിച്ചു. इसलिए प्रिय भाइयों बहनों, परमेश्वर ने हम सभी को बुलाया है। പക്ഷേ നമ്മുടെ ഓട്ടം ഇടയ്ക്ക് വെച്ച് നിർത്തരുത്. हमारी जो दौड़ है उसे बीच में रोकना नहीं है हमें। നമ്മുടെ ദൃഷ്ടി കുറഞ്ഞു പോകരുത്, हमारी जो दर्शन है वो कम ना हो, കാഴ്ച മങ്ങി പോകരുത്. हमारा जो देखना है वो मंद ना हो, നമുക്ക് ക്ഷീണം വരിക്കരുത്. മറിച്ച് നമ്മളെ ഹൃദയസ്റ്റി മേൽക്കുമേൽ പ്രകാശിച്ചിട്ട് हमें थकान नहीं होनी चाहिए, परंतु हम ज्यादा से ज्यादा ज्योतिर्मय प्रकाशमय होकर ദൈവത്തിന്റെ ഹൃദയത്തിന്റെ താല്പര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കിയ परमेश्वर के हृदय के जितनी भी इच्छाएं हैं उसे समझा हुआ मूसा के अनुसार മോശയെ പോലെ അന്വേഷിച്ച് അറിഞ്ഞ് उसे उसे खोज कर, उसे जान कर, उसके लिए अपने आप को अधीन करके കീഴ്പ്പെട്ട് അതിലുള്ള നമ്മളെ പാടിയ ആ പാട്ടിനകത്ത് പറയുന്നുണ്ട്, ശ്രേഷ്ഠം ഈ സ്വസ്ഥതയും ഉറപ്പും. जैसे कि हमने जो गीत में गाया उसमें कहा गया है कि ये जो शांति और जो निश्चय है वो बहुत ही सर्वश्रेष्ठ है, കാരണം ഭയങ്കര മഹൽ സ്വാതന്ത്ര്യമാണത്. क्योंकि वो बहुत बड़ी एक स्वतंत्रता की बात है। നമുക്ക് ഭയങ്കര ഫ്രീഡം ആയിരിക്കും, നമ്മൾ അൺഅഫക്റ്റഡ് ആയിരിക്കും. ഒരാൾ നമ്മുടെ മിണ്ടിയിലും കുഴപ്പമില്ല, താത്തിയാലും കുഴപ്പമില്ല. हम बहुत ही स्वतंत्र हो जाएंगे। उसके बाद यदि किसी ने हमसे बात नहीं किया तो भी फर्क नहीं पड़ेगा, यदि किसी ने हमें नीचा देखा तो भी कोई फर्क नहीं पड़ेगा, പൊക്കിയാലും കുഴപ്പമില്ല, हमें ऊंचा उठाया तो भी फर्क नहीं पड़ेगा, നാളെ എന്നോട് പാട്ട് പാടണ്ടെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, यदि कल मुझसे कहा जाए कि अब गीत मत गाओ तो भी कोई फर्क नहीं पड़ेगा, വചനം പറഞ്ഞെന്ന് പറയാൻ കുഴപ്പമില്ല. ഇതൊന്നും എന്നെ ബാധിക്കാൻ പോകുന്നില്ല. अगर वचन बोलो ऐसे बोल दिया तो भी मुझे कोई फर्क नहीं पड़ेगा, क्योंकि ये सारी चीजें मुझ पर कोई प्रभाव नहीं डालेगा। കാരണം കർത്താവ് പണിയുന്ന ഒരു ശരീരത്തിൽ क्योंकि परमेश्वर निर्माण करने वाले एक शरीर में അതിലകത്തെ ഒരു ചെറിയ ഏത് അവയവമായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നോ അവിടെ ഞാൻ ഇരിക്കുക. वहां पे परमेश्वर जिस तरीके से जो अंग मुझे बनाना चाहते हैं वही अंग बनकर मैं वहां पे रहता हूँ। അതിലേക്ക് പോകാൻ ഒരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. उस तरफ जाने के लिए ज्ञान की बुद्धि की हमें जरूरत है। അതിലൂടെ വരുമ്പോൾ जब हम उस तरफ से उसमें से होकर आएंगे, കൂടിയിട്ട കുറെ കല്ലുകൾ ഒരിക്കലും ഒരു ഭവനത്തെ എക്സ്പ്രസ് ചെയ്യാത്തതുപോലെ തന്നെ जहाँ पे इकट्ठे किए गए बहुत सारे पत्थर जो है वो एक घर को प्रकट नहीं करता है। നമ്മൾ വെറും വിശ്വാസികളായിട്ട് മാത്രം കൂടി വന്നു പോയി കഴിഞ്ഞാൽ यदि हम सिर्फ विश्वासी बनकर यहाँ पे इकट्ठा होकर चले जाएं, ദൈവത്തിന്റെ കാര്യപരിപാടിയോടുള്ള ബന്ധത്തിൽ ഈ ദേശത്തിന് നൽകാനുള്ള സന്ദേശം परमेश्वर के कार्यों के अनुसार इस देश में जो संदेश पहुंचाना है കൊടുക്കാൻ കഴിയപ്പെടാതെ പോകും. वो संदेश हम नहीं दे पाएंगे। ഞാൻ സന്ദേശം എന്ന് പറയുമ്പോൾ യേശു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. जब मैं संदेश यहाँ पे बोल रहा हूँ तो प्रभु यीशु मसीह पापियों के लिए मरा, वो उस संदेश के बारे में बात नहीं कर रहा हूँ मैं। ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ അനാവരണം परमेश्वर के अनंत काल से छिपा हुआ परमेश्वर के भेदों का जो वर्णन है, उसका प्रकाशन जो है വെളിപ്പെടാൻ കഴിയാതെ പോകും. ദൈവം वो सब कुछ प्रकट नहीं हो पाएगा। ഇന്ന് അങ്ങനെയുള്ള കൂട്ടങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. परमेश्वर ऐसे झुंडों को आज परमेश्वर ढूंढ रहे हैं, ऐसे समूहों को ढूंढ रहे हैं ഈ അവസാന കാലഘട്ടത്തിൽ इन आखिरी समय में। ദൈവത്തിന്റെ റെവലേഷൻ പ്രോഗ്രസീവ് ആണ്. परमेश्वर का जो प्रकटीकरण है वो आगे ही बढ़ता जा रहा है। ആദ്യകാലങ്ങളിൽ തൊട്ടാന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായി വന്നു. पहले पूर्व काल से ही वो एक एक करके एक कदम बढ़ते जा रहा है। ലാസ്റ്റ് എൻഡിൽ ദൈവം വരുമ്പോഴേക്കും തന്റെ കാന്തയായി തന്നെ പൂർണ്ണമായി അനുസരിക്കുന്ന
जब परमेश्वर उसके आखिरी पड़ाव की ओर आएँगे तो जो उसकी जो दुल्हन है वो जो उसको उसकी सारी बातों को संपूर्ण रीति से पालन करती है। തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന കൊതിക്കുന്ന ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് കളഞ്ഞ बाकी सब कुछ छोड़कर उसके लिए इंतज़ार करने वाली, उसके लिए बहुत मन में चाहत रखने वाली, ഏതും നടന്നോട്ടെ ആ മോശയെ പോലെ അങ്ങോട്ട് വരണ്ടെങ്കിൽ വരണ്ട, ഓക്കെ ദാറ്റ്സ് ഫൈൻ कुछ भी होने दीजिए मूसा के तरह की, अगर मैं वहाँ नहीं आऊँ ऐसे आप कहते हो, तो वो भी ठीक ही है, ऐसे ही होने होने दो। എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുന്ന ऐसे बोलकर अपने आप को पूरी रीति से समर्पित करने वाले, ജീവിതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അവരെ ചേർക്കാനായിട്ട് കർത്താവ് യേശു ക്രിസ്തു വേഗം വരുന്നു. ऐसे लोगों के लिए परमेश्वर इंतज़ार कर रहे हैं, परमेश्वर ऐसे लोगों को इकट्ठा करने के लिए बहुत जल्दी आ रहे हैं। നമ്മ എല്ലാവരെയും ദൈവം അതിനായി സഹായിക്കട്ടെ. परमेश्वर हम सभी को उसके लिए सहायता തന്ന करें। സമയത്തിനായി വയ്ക്കോട്ടെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. जो समय आपने दिया है उसके लिए मैं धन्यवाद कहते हुए मेरे शब्दों को मैं यहाँ पे समाप्त करता हूँ।